ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വൺ സെക്കൻഡ്. സംഖ്യാപുസ്തകം മുതൽ തുടങ്ങാം. നിങ്ങൾ എന്നെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണേ. എനിക്ക് ഇച്ചിരി ഒരു ജലദോഷമുണ്ട്. നാളെയും മറ്റന്നാളും പെനിയേൽ കീഴിലത്തെ പെനിയേൽ ബൈബിൾ കോളേജിൽ 2 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാ. രാത്രി പോണം. ഇത്തിരി ശാരീരിക അസ്വസ്ഥയുണ്ട്. ഓക്കെ, എനിക്കിവിടെ വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ, സംഖ്യാപുസ്തകം 1 മുതൽ 4 വരെയും 26-ാം അധ്യായത്തിലും കാണുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംഖ്യാപുസ്തകം എന്ന് പേര് കിട്ടിയത്. എബ്രായ വേദപുസ്തകത്തിൽ മരുഭൂമിയിൽ എന്നാണ് ഇതിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ ഒരു മരുഭൂമി, കാരണം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മരുഭൂമിയിൽ എന്ന പേരാണ് കൂടുതൽ യോജിച്ചത്, കാരണം 40 വർഷത്തെ മരുഭൂമിയിലെ അലച്ചിലിന്റെ ചരിത്രമാണ് ഈ പുസ്തകം രേഖപ്പെടുത്തുന്നത്. അവന്റെ ആചാരങ്ങൾ, പ്രാചീന മനുഷ്യന്റെ ജീവിതത്തിലെ മൂല്യം അവന്റെ ആചാരങ്ങളിൽ വ്യക്തമാണ്. എന്തൊക്കെ മൂല്യങ്ങൾ നിലനിർത്തുന്നോ അതെല്ലാം നമ്മുടെ ആചാരങ്ങളിൽ കാണാം. മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ആചാരത്തിലൂടെയാണ് ചെയ്യുന്നത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ആചാരത്തിലൂടെ ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെടൽ ആചാരങ്ങളിലൂടെയാണ്. പഴയ നിയമ ആചാരങ്ങൾ വിശ്വാസ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉദാഹരണം സംഖ്യ 5:11 മുതൽ 31 വരെ. പഴയ നിയമത്തിലെ ആചാരങ്ങൾ നമുക്ക് വിശ്വാസ സത്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ആചാരമെന്ന് നമുക്ക് തോന്നിയാലും അതിനകത്ത് ഹിഡനായിട്ടുള്ള ചില വിശ്വാസ സത്യങ്ങളുണ്ട്. ഒരാൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഒരാൾക്ക് സ്വയം പറയാം, ഓക്കെ, ഐ ആം ഡെഡിക്കേറ്റിംഗ്. ഇവിടെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, ഓക്കെ, ഐ ആം ഡെഡിക്കേറ്റിംഗ്, ഐ ആം സബ്മിറ്റിംഗ്. ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു മൃഗത്തെയും കൊണ്ട് ആലയത്തിൽ പോയി, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ, ഒരു മൃഗത്തെയും കൊണ്ട് ആലയത്തിൽ പോയി അറുത്ത് തൊലി ഉരിച്ച് കഷണമാക്കി യാഗപീഠത്തിൽ അത് മുഴുവൻ ദഹിക്കും വരെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അതൊരു കഷ്ടം പിടിച്ച കാര്യമാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ആചാരങ്ങൾ വിലയേറിയ മാധ്യമങ്ങളാണ്. ദൈവ സാന്നിധ്യത്തെയും വാഴ്ത്തത്വങ്ങളെയും അവ നിരന്തരം ജനത്തെ ഓർപ്പിക്കുന്നു. ഓരോ ആചാരങ്ങൾ ഞാനിപ്പോൾ ലളിതമായി പറഞ്ഞാൽ, പുതിയ നാമത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരമെന്ന് പറയുമ്പോൾ പോലും ആചാരമല്ലെന്ന് തോന്നിയാലും ആചാരമാണ്. എന്ത്? കർത്തൃമേശ എന്ന് പറയുന്നത്. കർത്തൃമേശ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ക്രൂശിലെ ബലിമരണത്തെ ഓർക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങളെ ഓർക്കുന്നു. സ്വാഭാവികമായിട്ടും ഓരോ ആചാരങ്ങളും ദൈവമായി എടുത്തു വരുവാനും ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങളെ ജനത്തെ ഓർപ്പിക്കുവാനും കാരണമാണ്. മാത്രമല്ല, ഈ ആചാരങ്ങളിലൂടെ ആക്ച്വലി റിമംബറൻസ് മാത്രമല്ല, റിസ്റ്റോറേഷൻ, അതുപോലെ തന്നെ സാങ്ക്ടിഫിക്കേഷൻ. ഒരാളിനെ കർത്തൃമേശ ഒരു ആചാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ആചാരം എന്ന നിലയിലാണെങ്കിലും നമ്മൾ കർത്തൃമേശയുടെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക മാത്രമല്ല, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സോ ഓരോ ആചാരങ്ങളും ഒരു വിശുദ്ധീകരണത്തിനുള്ള നിദാനം കൂടെയാണെന്ന് പറഞ്ഞാൽ അതൊട്ടും അത് തെറ്റല്ല. അപ്പൊ ആചാരങ്ങൾ പലപ്പോഴും ആളുകളെ വാഴ്ത്തത്വങ്ങളെ ഓർപ്പിക്കുന്നു, ദൈവ സാന്നിധ്യത്തെ ഓർപ്പിക്കുന്നു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, മഹാപുരോഹിതൻ മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം യാഗം കഴിച്ച് മൃഗത്തിന്റെ രക്തവുമായി തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ച് മൃഗത്തിന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് കയറിപ്പോകും. അതിവിശുദ്ധ സ്ഥലത്ത് കയറി പോകുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തട്ടിപ്പോകും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താ കാരണം? അതിവിശുദ്ധ സ്ഥലത്ത് പുള്ളി എന്ന് ഒന്നും ചെയ്യുന്നില്ല, കിണ്ണത്തിന്റെ രക്തം എടുത്ത് ഇങ്ങനെ തളിക്കുകയും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ആചാരം പോലെ തോന്നിയാലും അവിടെ ഭയങ്കര ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ഭയങ്കര. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ, എവറി കസ്റ്റം, ഓരോ കസ്റ്റത്തിലും അതിനകത്ത് വി എക്സ്പീരിയൻസ് ദ ഡിവൈൻ പ്രസൻസ്, നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. പിന്നെ വി റിമെമ്പർ ദ പ്രോമിസസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഓർക്കുന്നു. അതിലുപരി വി ഡെഡിക്കേറ്റ് അവർ ലൈഫ് വൺസ് അഗൈൻ ടു ദ ലോർഡ്.
നമുക്ക് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. ആൻഡ് ആൾസോ വി ട്രൈ ടു സാങ്ക്ടിഫൈ ഓർസെൽവ്സ്, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മ ഇക്കാര്യങ്ങളെല്ലാം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണ രീതി എന്ന് പറയുന്നത് മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റുള്ള ജാതികളൊക്കെ പന്നികളെ തിന്നുമ്പോൾ ഇവർക്കത് പറ്റില്ല. മറ്റുള്ള ജാതികൾക്ക് എല്ലാ മൃഗങ്ങളെയും അറുത്ത് ഭക്ഷിക്കാൻ കഴിയുമ്പോൾ ഇവർക്കത് പറ്റില്ല. സത്യത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം, അവർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരുണ്ടെങ്കിലും ദ പീപ്പിൾ ആസ് എ ഹോൾ, അവര് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു, ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് പുതിയ നിയമം ഇസ്രായേലിന്റെ പത്രോസ് ശ്ലീഹ പറയുമ്പോൾ, നിങ്ങൾ അന്ധകാരം തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഇത് എവിടെ നിന്നാണ് ഈ പാരമ്പര്യം വന്നത്? ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു. ഇസ്രായേലിനെ ശുശ്രൂഷിക്കാൻ പുരോഹിതന്മാരെ ആക്കിയപ്പോൾ ഇസ്രായേൽ ആസ് എ നേഷൻ വാസ് ചോസൺ ബൈ ഗോഡ് ടു ഡു എ പ്രീസ്റ്റ്ലി സർവീസ് ടു ദ ജെന്റൈൽസ്. അതായത് ലോകത്തിലുള്ള എല്ലാ ജാതികൾക്കും വേണ്ടി ഒരു പ്രീസ്റ്റ്ലി വൊക്കേഷൻ, ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആണ് സത്യത്തിൽ ഇസ്രായേൽ ആസ് എ നേഷൻ, ഒരു ജനം എന്ന നിലയിൽ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രീസ്റ്റ്ലി വൊക്കേഷൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ജാതികൾ അനുഷ്ഠിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും, അവരുടെ ജീവിതശൈലിയും, അവരുടെ ഭക്ഷണ രീതിയും, അവരുടെ വസ്ത്രധാരണവും എല്ലാം അനുഷ്ഠിക്കാൻ നമുക്ക് പിന്തുടരാൻ പറ്റത്തില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രത്യേക ജാതിയാണ്. ആ ഒരു ബോധ്യം അവർക്കുണ്ടാകാൻ ഈ കാര്യങ്ങളൊക്കെ കാരണമായി. മാത്രമല്ല പുരോഹിതൻ അല്ല, എല്ലാ ഒരു പുരോഹിത വർഗമാണെന്ന് പറയും, എല്ലാവരും വസ്ത്രത്തിന്റെ തലക്കൽ പൊടിപ്പുണ്ടാക്കണം. പൊടിപ്പും തൊങ്ങലെന്നൊക്കെ പറയത്തില്ലേ? സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അപ്പൊ മാത്രമല്ല, മനുഷ്യനും ദൈവമായുള്ള അകലം പാപം മൂലം അകന്നു പോയിടത്ത് പാപയാഗത്തിലൂടെ ആ അകലം കുറയ്ക്കുന്നു, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു അവസരമായി തീരുന്നു. മനുഷ്യരിൽ 3 കൂട്ടരെ നമുക്ക് കാണാം. യഹൂദന്മാര്, ജാതികള്, അല്ലെങ്കിൽ ജാതികളെ യഹൂദന്മാര്, ഈ ക്ലാസിഫിക്കേഷൻ, ഈ 3 ടയർ സിസ്റ്റം എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഒരു ത്രീത്വത്തിന്റെ എലമെന്റ് ഏത് മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ലോക ജാതിയെ മുഴുവൻ ജാതി, യഹൂദൻ, പുരോഹിതൻ എന്ന് വേർതിരിച്ചിരിക്കും. ജാതി, യഹൂദൻ, പുരോഹിതൻ. ഇന്നത്തെ നിലയിൽ പറയുമ്പോൾ 3 എന്ന് പറയുന്നത് യഹൂദന്റെ കാലത്താണ് അത്. ഇന്നത്തെ നിലയിൽ 3 എന്ന് പറയുമ്പോൾ യഹൂദൻ, ജാതി, സഭ, യഹൂദജനം, ജാതികൾ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാം. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണത്, അത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ലേവ്യരെ ദൈവം ഡിവൈഡ് ചെയ്തപ്പോൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തപ്പോ, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ അവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ അവിടെ കാണുന്നത്? 7-ാം അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഗർശന്യരെ, മെരാരിയര്, കൊഹാത്യര്. ഇതെല്ലാം നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ പറഞ്ഞെന്നാ എന്റെ ഓർമ്മ. ഹലോ, ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ടോ? ഹലോ, ഓർക്കുന്നുണ്ട് സാർ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കൊഹാത്യർക്ക് അല്ല, ഗർശന്യർക്ക് 2 കാളവണ്ടി 4 കാളന്മാരെയും കൊടുത്തുന്നു. മെരാര്യർക്ക് 8 കാളന്മാരെയും 4 കാളവണ്ടിയും കൊടുത്തുന്നു. അതുപോലെ കൊഹാത്യർക്ക് ഒന്നും കൊടുത്തില്ലെന്നും അവർ പെട്ടകം ചുമക്കണമെന്നൊക്കെയുള്ള കഥ ഞാൻ പറഞ്ഞെന്നാ എന്റെ ഓർമ്മ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി അവസരം പോലെ വിട്ടു ചെന്നിട്ട് നിങ്ങൾ സംഖ്യാപുസ്തകം 7-ാം അധ്യായം വായിക്കുക. നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, പക്ഷികളെ പോലും ദൈവം വേർതിരിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങളും ശുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എന്ന് പറയുന്ന പോലെ പക്ഷികൾ പോലും അശുദ്ധമായവയും ശുദ്ധിയുള്ളവയും വേർതിരിച്ചു. മാംസത്തോടുകൂടി അല്ല, രക്തത്തോടുകൂടി മാംസം കൊത്തി തിന്നുന്ന പക്ഷികളൊക്കെ അശുദ്ധ പക്ഷികളാണ്. ഏറെക്കുറെ കരയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളിൽ ശുദ്ധിയുള്ളവ ഏറെക്കുറെ സസ്യാഹാര ജീവികളാണ്. ഒരു കാര്യം വ്യക്തമാണ്. ആദ്യകാലത്ത് ദൈവവേദം തോട്ടത്തിൽ മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ അവൻ ഇറച്ചി കഴിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. ഒരു പക്ഷേ ജലപ്രളയത്തിന് ശേഷമാണോ മനുഷ്യന് ഈ മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത് എന്നാണ് പൊതുവെ വേദശാസ്ത്രികൾ സങ്കല്പിക്കുന്നത്.
ശുദ്ധിയുള്ള കാലയെ Yes. ശുദ്ധിയുള്ള എന്താ ചോദിക്കാൻ വന്നേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ. ശുദ്ധിയുള്ള കാളയെ ഇസ്രായേലിനോടും അശുദ്ധിയുള്ള കഴുതയെ കനാന്യരോടും തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ശുദ്ധിയുള്ള കാളയെ ഇസ്രായേൽ ജനത്തോടും അശുദ്ധിയുള്ള കഴുതയെ കനാന്യരോടും തുലനം ചെയ്ത് കമ്പയർ ചെയ്ത് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അശുദ്ധിയുള്ള ജീവികളെ തന്നതുപോലെ തന്നെയാണ് അശുദ്ധിയുള്ള ജീവികളെ തിന്നുന്നത് പോലെ തന്നെയാണ് പത്രോസ് ജാതികളോട് പ്രസംഗിക്കുന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തി 10 പറഞ്ഞിരിക്കുന്നു. അപ്പൊ പത്രോസ് ജാതികളോട് പ്രസംഗിക്കാൻ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ ആളുകൾ വരുമ്പോൾ പത്രോസ് കാണുന്ന ദർശനം നമുക്കറിയാം. അപ്പോസ്തലത്തിന്റെ 10-ാം അധ്യായത്തിൽ ഭൂമിയിലെ സകലവിധ നൽക്കാലി എഴുതാതെ വന്നിട്ട് പത്രോസ് അറുത്ത് തിന്നാന്ന് പറയുന്നു. അപ്പൊ പത്രോസ് നോക്കുമ്പോൾ അതിനകത്ത് പാരമ്പര്യമായി യഹൂദന് ഭക്ഷിക്കാൻ പാടില്ലാത്ത അശുദ്ധ ജീവികളുണ്ട്. കർത്താവെ, ഇത് ഞാൻ അശുദ്ധവും മലിനമായതൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോ അന്നേരമാണ് കൊർന്നേലിയോസ് വീട്ടിൽ നിന്ന് ആള് വരുന്നത്. അപ്പം ഈ അശുദ്ധിയുള്ള മൃഗങ്ങളോടാണ്, അശുദ്ധിയുള്ള പക്ഷികളോടാണ് ജാതികളെ കമ്പയർ ചെയ്തിരുന്നത്. എന്നാൽ അവർ ഒറ്റ വെളിപ്പാടിലൂടെ സുവിശേഷത്തിന്റെ ശക്തിയാൽ ജാതികളും വിശുദ്ധരായി തീർന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഭക്ഷണ രീതികൾ ഇന്ന് ബാധകമല്ല ഒരു പരിധിവരെ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. എങ്കിലും അത് തുടരുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. ദൈവശാസ്ത്രപരമായി ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവശാസ്ത്രപരമായി പഴയ നിയമത്തിലെ ഭക്ഷണ രീതികൾ ഇന്ന് അതിനൊരു സാങ്കത്യമില്ലെന്ന്, അല്ലെങ്കിൽ the eating habit of the Old Testament is not necessarily so significant at present, but in person I would say we had better follow the Old Testament pattern of eating habit and avoid the unholy animals. അപ്പോൾ അത്തരത്തിലുള്ള അശുദ്ധിയുള്ള ആനിമൽസിനെയും പക്ഷികളെയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി ശുദ്ധിയുള്ള ജനമായ ഇസ്രായേൽ ഒരു ശുദ്ധിയുള്ള മൃഗത്തെ മാത്രമേ വിശുദ്ധനായ ദൈവത്തിന് യാഗം കഴിക്കാവൂ. ശുദ്ധിയുള്ളതെന്ന് പറയുമ്പോൾ ആ മൃഗം അതിനൊരു കാറ്റഗറി ഉണ്ട്. അത് ഇന്ന വർഗത്തിൽപ്പെട്ടതായിരിക്കണം. ആടോ കാളയോ ഒക്കെ ആകാം. അത് തന്നെ ഊനമില്ലാത്തതാകണം. ഊനമില്ലാത്ത എന്ന് പറയുമ്പോൾ ലളിതമായി പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ, അബ്രഹാം ഇസാഖിനെ യാഗം കഴിക്കാൻ പോയപ്പോ ഒരാട്ടുകൊറ്റൻ കുരുങ്ങിക്കിടന്നു. എവിടെ കുരുങ്ങിക്കിടന്നു? പ്രതികരിക്കൂ. ഒരാട്ടുകൊറ്റൻ ഇസാഖിന് വരെ യാഗം കഴിക്കാൻ ദൈവം അവിടെ കുരുക്കിയിട്ടിരുന്നു. എവിടാ കുരുങ്ങിക്കിടന്നേ? വള്ളിച്ചെടി എവിടെ ആടിന്റെ കുരുങ്ങിയത്? കഴുത്തേലാണോ, കാലയിലാണോ, തലയിലാണോ? എന്താ കൊമ്പേ കുരുങ്ങിയേ? എന്താ സാധാരണ ആടിന്റെ കൊമ്പയിലൊന്നും കുരുങ്ങാറില്ല, കുരുങ്ങുന്ന കാലയിലോ കഴുത്താലോ ആണ്. എന്താ കൊമ്പേ കുരുങ്ങിയേ? ദേഹത്ത് കൊണ്ടാ ദേഹത്ത് മുറിവേൽക്കും. മുറിവേറ്റാളുടെ കുഴപ്പം എന്താ? അയോഗ്യമാകും. അതെ, അതാണ്, അത് ഡിഫൈൽഡ് ആയി പോകും. അപ്പൊ ദൈവം പോലും ഇസഹാക്കിന് പകരമായി യാഗം കഴിക്കുവാൻ ഒരാട്ടുകൊറ്റനെ കരുതിയപ്പോ അത് വിശുദ്ധി ഉണ്ടാകണം, അത് ഊനമില്ലാത്തതാകണം, അതിന്റെ ശരീരത്തെ മുറിവേറ്റതാകരുന്ന് ഉറപ്പ് വരുത്താൻ ദൈവം തന്നെ കൃത്യമായി അതിനെ പിടിച്ചോണ്ട് വന്നു കൊമ്പയിൽ 2 മുള്ളു കുരുക്കിയിട്ടു എന്ന് പറയുന്നതാണ് ശരിയായ സത്യമായ കാര്യം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, സമാന കൂടാരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യാസമുണ്ട്. സമാന കൂടാരം ഉണ്ടാക്കാൻ 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ള ഒരു വലിയ കൂടാരം, 20 അടി നീളമുള്ള ഒരു വാതിലാണ് അതിനുള്ളത്. അത് തുണി ഇങ്ങനെ കർട്ടൻ ഇട്ടേക്കുക. വാതിക്കലാണ് യാഗപട വിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ദേവാലയത്തിലെ ഏറ്റവും വലിയ ഉപകരണം, സമാന കൂടാരത്തിലെ ഏറ്റവും വലിയ ഉപകരണം ഏതാണ്? താമ്രത്തൊട്ടി. എന്റെ പൊന്നെ, യാഗപീഠം. ഞാൻ അന്നും പറഞ്ഞതാ. താമ്രത്തൊട്ടിയുടെ പ്രത്യേകത എന്താ? സമാന കൂടാരത്തിലെ അളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഏറ്റവും വലിയ ഉപകരണം എന്ന് ഞാൻ പറയുമ്പോ അളവ് പറഞ്ഞ സാധനമാണ്. അളവ് പറഞ്ഞാൽ ഏറ്റവും വലുത് യാഗപീഠമാണ്. താമ്രത്തൊട്ടിയുടെ അളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശലോമോൻ പിന്നീട് ദേവാലയം ഉണ്ടാക്കിയപ്പോ ഈ താമ്രത്തൊട്ടിയുടെ സ്ഥാനത്ത് എന്താ ഉണ്ടാക്കി? താമ്രക്കടൽ ഉണ്ടാക്കി. ഒരു 12 കാളന്മാരെ, 3 കാളന്മാരെ 4 വശത്തും മുതു തിരിച്ച് മുതു അകത്തോട്ട് നിർത്തി തല വെറുത്തോട്ടുള്ള ഷേപ്പിലാക്കിയിട്ട് ആ കാളന്മാരുടെ ഷേപ്പിൽ വാർത്തുണ്ടാക്കിയിട്ട് ആ കാളന്മാരുടെ മണ്ടയ്ക്ക് ഒരു കടൽ തന്നെ ആരുണ്ടാക്കി? ശലോമോനെ. താമരക്കടൽ എന്ന് പറഞ്ഞത് 2000 ബത്ത് വെള്ളം കൊള്ളുന്ന ഒരു കടൽ പോലെ അതുണ്ടാക്കി. ഓക്കെ,
അതുപോലെ തന്നെ ഈ യാഗപീഠം സമാന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഈ പ്രാകാരത്തിലെ ഉപകരണങ്ങൾ അധികം താമ്രം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ തങ്കം, വെള്ളി, സ്വർണം കൊണ്ട്. അതിവിശുദ്ധ സ്ഥലത്തെ തങ്കം കൊണ്ട്. അതുപോലെ തന്നെ തുണികൾ ഉപയോഗിക്കുന്നതും രസകരമാണ്. അതായത് പ്രാകാരത്തിലെ തിരശ്ശീലയ്ക്ക് വെള്ള നിറവും അതിപരിശുദ്ധ സ്ഥലത്തോട്ട് കയറുന്ന ഒരു കർട്ടനുണ്ട്. അതായത് യേശുവിന്റെ ക്രൂശുബലി സമയത്ത് ദേവാലയത്തിന്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയെന്ന് പറയുന്ന ആ തിരശ്ശീല അറിയാമോ? ഗ്രീക്കിൽ കട്ടാ പെറ്റാസ്മ എന്നാ പറയുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ അങ്കുരമാകുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നോ വന്നു. ആ തിരശ്ശീല എന്ന് പറഞ്ഞാൽ കട്ടാ പെറ്റാസ്മ എന്ന് പറഞ്ഞാൽ ഇത് അതിവിശുദ്ധ സ്ഥലത്തിന്റെ മുന്നിൽ കിടക്കുന്ന കട്ടനാണ്. നല്ല തിക്കാണ്. അത് നീല നിറമുള്ളതാണ്. എന്താണ് നീലയെ കാണിക്കുന്നത്? നീല വിശുദ്ധിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനികളുടെ കളർ ഏതാണ്? ക്രിസ്ത്യാനികളുടെ നിറം ഏതാണ്? എന്തോ സാറേ വെള്ളം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, വൈറ്റ് കളറിന് പ്രാധാന്യം കൊടുക്കുന്ന നീല നിറം. ക്രിസ്ത്യാനികളുടെ കളർ നീലയാണ്. നമ്മുടെ കളർ നീലയാണ്. വെള്ളയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? അതെനിക്കറിയത്തില്ല. അതിന് വെള്ളം ഉടുക്കുന്നവര് ചോദിക്കണം. എനിക്ക് ആ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ ഞാൻ ചെല്ലുമ്പോ ഇച്ചിരി കളർ ഇട്ടുണ്ടെന്ന് വഴക്ക് പറയും. ഭയങ്കരമായിട്ട് വഴക്ക് പറയും. പ്രസിഡന്റ് അമേരിക്ക ഇരുന്ന് ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്, അമേരിക്ക ഇരുന്ന് കാണാം. ഉടനെ വാട്സപ്പിലാണ്ട് ആ ഫോട്ടോ സഹിതം എടുക്കും. എന്താ കളർ ഇട്ടെന്നാ? നമ്മുടെ ആളുകൾക്ക് കളറിലാണ് കാര്യം. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. എന്നാലും ദൈവമക്കളുടെ കളർ നീലയാണ്, അത്ര ഓർത്തിരിക്കുക. ഓക്കെ. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഹൈ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് ആ സ്ഥലം ഏറ്റവും അധികം വിശുദ്ധമായത് കാണിക്കുന്നു. അതിന്റെ തന്നെ തെളിവെന്ന് ചോദിച്ചാൽ പ്രാകാരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിലും എല്ലാ യഹൂദന്മാർക്ക് എവിടെ വരാം? ഇല്ലേ, യഹൂദന്മാർക്ക് എവിടെ വരെ വരാം? പ്രാകാരം വരെ വരാം. മാത്രമല്ല പ്രാകാരത്തിൽ സ്ത്രീകളുടെ പ്രാകാരം ഉണ്ട്, പിന്നെ ജാതികളുടെ പ്രാകാരം ഉണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ? ഈ ജാതികളുടെ പ്രാകാരമാണ് യേശുവിന്റെ കാലത്ത് കച്ചവടക്കാരില്ലാണ്ട് കൈക്കലാക്കിയിട്ട് അവിടെ എന്തോ ആക്കിയത്, കച്ചവട സ്ഥലമാക്കിയത്. അറിയാമോ? അതാണ് പ്രാകാരം. അപ്പൊ പ്രാകാരത്തിൽ ചെറിയ കച്ചവടം നടത്താം. പ്രാകാരത്തിൽ ജാതികളുടെ പ്രകാരമുണ്ട്, എല്ലാ യഹൂദന്മാർക്കും വരാവുന്ന പ്രകാരമുണ്ട്, പ്രത്യേക സ്ത്രീകളുടെ പ്രകാരമുണ്ട്. പക്ഷെ വിശുദ്ധ സ്ഥലത്തോ പുരോഹിതന്മാർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലാത്തൊരു വന്ന വിവരം അറിയും. ഒരു രാജാവ് ഒരിക്കൽ ചാടിക്കേറി വന്ന് വിവരം അറിഞ്ഞു. അയാളുടെ പേര് ഉസിയാവ്. അയാളുടെ പേര് ഉസിയാവ്. ഒന്ന് ഊവലക്ഷം കാട്ടാൻ വന്നു. അസീര പുരോഹിതൻ അയാളുടെ കൂടെ 72 പുരോഹിതന്മാരെ തടഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ സ്ഥലമാണ് ഏത്? പ്രതികരിക്കൂ നിങ്ങൾ ആരും. അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കേ കയറാൻ പറ്റത്തുള്ളൂ? എന്നും കയറാൻ പറ്റുമോ? അത് എന്നാണ് കയറുന്നത്? മഹാപാപ പരിഹാരത്തിരുന്നാൾ. വെറുതെ കയറിപ്പോവാൻ പറ്റുമോ? രക്തവുമായിട്ട്. തന്റെയും, നിങ്ങൾ എബ്രായലേഖനം വീട്ടിൽ പോ വായിക്കണം, 10-ാം അധ്യായം. തന്റെ 10-ാം അധ്യായം വായിക്കണം. തന്റെയും 9 മുതൽ വായിക്കാം. 9-10 വായിക്കുമ്പോൾ തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ചതിന് രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ എവിടേക്ക് പോകുന്നത്? അതിവിശുദ്ധ സ്ഥലത്ത്. ഓക്കെ. എന്നിട്ട് യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുന്ന രക്തം പാനീയാഗത്തിന്റെ വീഞ്ഞും യാഗപീഠത്തിന്റെ ചുവട്ടിൽ രക്തം ഒഴിക്കും. യാഗപീഠത്തിന്റെ ചുവട്ടിൽ രക്തം ഒഴിക്കും. പാനീയാഗത്തിന്റെ വീഞ്ഞിന്റെ നിറവും രക്തത്തിന്റെ നിറവും എന്നാണ്. അതുകൊണ്ട് തിരുവഴുത്തിൽ പലയിടത്തും രക്തത്തിനു പകരമായി വീഞ്ഞ് ഉപയോഗിക്കുന്നത് കാണുന്നു. നമ്മുടെ കർത്തൃമേശയിൽ പോലും എന്തുപയോഗിക്കുന്നു? വീഞ്ഞു. അത് എന്തായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? നമ്മുടെ അല്യൂഷൻ എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തം. അടുത്തത് സംഖ്യാപുസ്തകത്തിലെ ദൈവശാസ്ത്രം. പഞ്ചഗ്രന്ഥത്തിൽ നടുവിലത്തെ 3 പുസ്തകങ്ങൾ വളരെ ബന്ധപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം ഈജിപ്തിൽ നിന്നുള്ള വിടുതലിനെയും സീനായി ഉടമ്പടിയെയും സമാന കൂടാരത്തെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു.
ലേവ്യ പുസ്തകം സത്യാരാധനയെയും വിശുദ്ധിയെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു. സംഖ്യാപുസ്തകം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയെ കുറിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അതായത് പഞ്ചഗ്രന്ഥങ്ങളിലെ നടുക്കുള്ള 3 പുസ്തകങ്ങളാണ് ലേവ്യ സംഖ്യ, പുറപ്പാട്, ലേവ്യ സംഖ്യ. അതായത് പഞ്ചഗ്രന്ഥങ്ങളിൽ നടുക്കുള്ള 3 ഗ്രന്ഥങ്ങളാണ് ഏത്? പറ. പുറപ്പാട്, ലേവ്യ, സംഖ്യ. സിസ്റ്റർ മാത്രമേ വാതുറക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്തിനാ ഇരിക്കുന്നത്? കുറെ പേര് ക്യാമറ പോലും ഓൺ ചെയ്യുന്നില്ല. എല്ലാരും പ്രതികരിക്കണം. അപ്പൊ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം. പുറപ്പാട് പുസ്തകത്തിനകത്തുള്ള സംഭവങ്ങൾ എന്താണ്? ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിൽ നിന്നുള്ള വിടുതൽ, പിന്നെ സീനായി മലയിൽ വെച്ചുള്ള ഉടമ്പടി, പിന്നെ സമാധാന കൂടാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ. ലേവ്യ പുസ്തകം എന്താണ്? ആരാധനയെ കുറിച്ചും സത്യാരാധനയെ കുറിച്ചും വിശുദ്ധിയെ കുറിച്ചും രേഖപ്പെടുത്തുന്നു. അത് കേന്ദ്രീകരിച്ചിരിക്കും. സംഖ്യാപുസ്തകം വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിന്റെ യാത്രയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ലേവ്യ പുസ്തകം യാഗത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ സംഖ്യാപുസ്തകം പൗരോഹിത്യത്തിന് ഊന്നൽ കൊടുക്കുന്നു. ടേക്ക് നോട്ട്, ഇത് ശ്രദ്ധിക്കണം. ലേവ്യ പുസ്തകം യാഗത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ സംഖ്യാപുസ്തകം പൗരോഹിത്യത്തിന് ഊന്നൽ കൊടുക്കും. ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം വിശദീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ദൃശ്യമായ യഥാർത്ഥ സാന്നിധ്യം ഇസ്രായേലിലെ ഏറ്റവും വലിയ അനുഭവമാണ്. വരുപ്രയാണത്തിൽ നിങ്ങൾക്കറിയാം, അവർ കൂടാരമടിക്കും. ആ കൂടാരത്തിന്റെ നടുക്ക് സമാന കൂടാരം നിവർത്തും. ആ സമാന കൂടാരത്തിന്റെ നടുക്ക് മേലിൽ നമ്മൾ നിൽക്കാമെങ്കിൽ ദൈവത്തിന്റെ തേജസ് ഒരു കൊട പോലെ നിൽക്കും. എന്താ പോലെ നിൽക്കും? ഒരു കൊട പോലെ. അങ്ങനെ മേഘം സമാന കൂടാരത്തിന്മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുമായിരുന്നു. ദൈവം അവരുടെ രാജാവായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകം അവരുടെ രാജാവ് അവരുടെ തലക്കൽ ഉണ്ട് എന്ന് പറയുന്നത്. ദൈവം അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു, അവരോട് ഒന്നിച്ചു. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഈ യുദ്ധത്തിന് പോകുമ്പോ നിങ്ങൾക്കറിയാമോ, ഈ ചെസ് കളി അറിയാവുന്ന എത്ര പേരുണ്ട്? ചെസ് കളി അറിയാവുന്ന എത്ര പേരുണ്ട്? ചെസ് പാപമൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ചെസ് കളി അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. പാപമെന്ന് പറയാൻ വേണ്ടിയതല്ല. നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട. ചെസ് കളിക്കുന്ന താങ്ക് യു. നിങ്ങളൊന്നും അത്ര ട്രാൻസ്പാരന്റ് അല്ല. എല്ലാവർക്കും എന്താ ഒരു അറപ്പ്? ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ ഒരു മടി. എന്താ? ട്രാൻസ്പാരൻസി ഇല്ലാത്തതിന്റെ. അയ്യോ, ഇനി ഞങ്ങളെ വലിയ ഭാവിയായിട്ട് കാണാം. അങ്ങനൊന്നും ഇല്ല. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. വമ്പൻ പാസ്റ്റർമാരൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. ശ്രദ്ധിക്കൂ, ഈ ചെസ് കളിക്കുമ്പോ അതിന്റെ അകത്ത് കാസ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്, അറിയാമോ? എല്ലാരും അറ്റാക്ക് ചെയ്ത് കയറുമ്പോ പുറത്തുനിന്നുള്ള അറ്റാക്ക് രാജാവിന് വരാതിരിക്കാൻ രാജാവിനെ എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ ലാലു, ക്യാസിൽ ചെയ്യും. പറഞ്ഞാട്ടെ. അങ്ങനെ ക്യാസിൽ ചെയ്യുന്ന പോലെ പണ്ട് കാലത്തെ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ രാജാക്കന്മാർ എന്ത് ചെയ്യും? അവരുടെ തേരിനകത്ത് ഇങ്ങനെ രാജകീയ പ്രൗഢിയോടെ ചുറ്റും എന്ത് ചെയ്യും? അവര് പ്രത്യേക സൈന്യങ്ങളെയൊക്കെ വെച്ച് അവരിങ്ങനെ ഇരിക്കും. പട്ടാളക്കാർ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. അവരുടെ രാജാവ് അവരുടെ നടുവിലുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ ആഹാബ് യഹോശാഫാത്തിനെയും കൂട്ടി യുദ്ധത്തിന് പോയപ്പോ ആഹാബിന്റെ തേരിനകത്ത് യഹോശാഫാത്തിനെ കയറ്റി ഇരുത്തിയിട്ട് അതിന്റെ നടുക്കിരുത്തി. എന്നിട്ട് ആഹാബ് ഒഴിഞ്ഞു മാറി. അവസാനം ജനം തള്ളി 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 യുദ്ധം ചെയ്ത് ശത്രുക്കൾ അവസാനം രാജാവിനെ അങ്ങ് വളഞ്ഞു. കാരണം ജനത്തെ കൊല്ലണ്ട, രാജാവിനെ തട്ടിയത്. രാജാവിനെ വളഞ്ഞപ്പോ യഹോശാഫാത്ത് നിലവിളിച്ചു. സംഭവം നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ ഈ രാജാവ് എപ്പോഴും ആരുടെ കൂടെ? സൈന്യത്തിന്റെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തെ ഇങ്ങനെ വായിക്കുന്നു, എനിക്കറിയാത്ത 4 കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സൈന്യസമേതനായ രാജാവ്, പാറപ്പുറത്ത് സർപ്പത്തിന്റെ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് നായാട്ട് വന്നിട്ട് ഇത് പറയുന്നു, സൈന്യസമേതനായ രാജാവ്. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അന്ന് എന്നതുപോലെ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ മരുഭൂയാത്രയിൽ അവരുടെ നടുക്കാരുണ്ടായിരുന്നു? അവരുടെ രാജാവ് ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേലിലെ രാജാവില്ലായിരുന്നു. ഇസ്രായേലിലെ രാജാവില്ല. ദൈവമായിരുന്നു അവരുടെ രാജാവ്.
ശമൂവേലിനോട് പോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയുന്നു, നീ വിഷമിക്കുന്നു വേണ്ട, അവർക്ക് രാജാവിനെ വേണമെന്നുള്ളത് പറഞ്ഞതിന്റെ കാര്യം നീ വിഷമിക്കണ്ട, അവര് നിന്നെ അല്ല തള്ളി പറഞ്ഞ, പിന്നെ ആരെയാ? എന്നെയാണ് തള്ളി പറഞ്ഞത്, ഞാനായിരുന്നു അവരുടെ രാജാവ്. ഓക്കെ. മേഘം പോയ ഇടത്തേക്ക് ജനം പോയി, മേഘം നിന്ന അടുത്ത് ജനം പാർത്തു. അതായത് ദൈവ സാന്നിധ്യം ഉള്ളിടത്താണ് ജനം പാർത്തത്, ദൈവ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഗ്ലോറി കബോദ് അല്ലെങ്കിൽ ഡോക്സ, ആ ഗ്ലോറിയിലാണ് അവർ ജീവിച്ചത്. ആ ഗ്ലോറിയിലാണ് അവർ ജീവിച്ചെന്ന് മെസ്സപ്പൊട്ടോമിയക്കാരനായ ബാലാക്കിന് പോലും മനസ്സിലായി. ഇതാ തനിച്ചു വാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, അവരുടെ രാജാവ് അവരുടെ നടുവിലുണ്ട്. മനസ്സിലായോ? രാജകോലാഹലം. നിങ്ങൾ ആ വാക്കിൽ 23 സംഖ്യ 23 അത് പറയുന്നേ, അതൊന്ന് പോയി വായിക്കണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് കൃത്യമായിട്ട് ആര് കണ്ടു? വിലയാൻ കണ്ടു. ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തും. ദൈവം ന്യായം വിധിക്കുന്ന ദൈവം. എനിക്കൊരു ഫോൺ കാൾ, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. Let me continue. I'm sorry.
ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ ന്യായവിധി എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മറ്റൊരു എന്താ ഒരു എക്സ്പ്രസ്ഡ് മോഡാണ്. ഗോഡ്സ് ഹോളിനെസിന്റെ ഒരു സബ്സിക്വന്റ് എക്സ്പ്രസ്ഡ് മോഡാണ് ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത്. മാത്രമല്ല, സമാന കൂടാരത്തിന് ചുറ്റും പുരോഹിതന്മാർ താമസിച്ചതിനടുത്ത് മറ്റുള്ളവർ വരാതെ സൂക്ഷിക്കുമായിരുന്നു. ജനം സമാന കൂടാരത്തിന് അടുത്ത് വരാതിരിക്കാൻ അവിടെ പ്രത്യേക ആളുകളെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നു കയറിയാൽ തട്ടിക്കളയാ അവര്. അതുകൊണ്ട് അങ്ങനെ അടുപ്പിക്കത്തില്ലായിരുന്നു ജനത്തെ. എന്ന് വെച്ചാൽ ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുന്ന ലേവ്യർ പോലും വിശുദ്ധ ആലയത്തിലെ ഉപകരണങ്ങൾ ചുമക്കുന്ന ഗർശനും കഹാത്യരും മെരാരിയരും ഒക്കെയാണ്. മെരാരിയരൊക്കെ അവര് പെട്ടകം കാണുന്നുണ്ട്, പക്ഷേ കൊഹാത്യര്. പക്ഷെ മെരാരിയരൊക്കെ ആണെങ്കിൽ ഈ പലകയും എല്ലാം കാണാണ്ടി കയറ്റുന്ന മെരാരിയരാണ്. ഗർശന്യരാണ് കുറ്റിയും കൊളുത്തും തുണിയൊക്കെ കയറ്റുന്നത്. ഇതെല്ലാം ആലയത്തിലെ ഉപകരണമെല്ലാം പുരോഹിതന്മാര് പൊതിഞ്ഞ് ലേവ്യരുടെ വണ്ടിക്കകത്ത് കയറ്റി കൊടുക്കുമ്പോ അവര് എടുത്തോണ്ട് പോകുന്നു, ചുമന്നോണ്ട് പോകുന്നു എന്നുള്ള അല്ലാതെ ലേവ്യർക്ക് ഇത് കാണാൻ പോലും പറ്റത്തില്ല. ഈ ആലയത്തിലെ ഉപകരണങ്ങൾ കാണാൻ പോലും ലേവ്യർക്ക് കഴിയുമായിരുന്നില്ല. അതൊരു ഭയങ്കര തലമാണ്. കാരണം അവര് ലേവ്യര് ചുമക്കുന്നതിന് മുമ്പ് തന്നെ പുരോഹിതന ഉപകരണങ്ങളെല്ലാം ശീല കൊണ്ട് പൊതിയും. 23-ാം അധ്യായം 8-ാം വാക്യം, 24-ാം അധ്യായം 9-ാം വാക്യം. വാഗ്ദത്തദേശം സ്വന്തമാക്കുന്ന ആർത്തിയോടെ നോക്കിയിരിക്കുന്നതായ സംഖ്യാപുസ്തകത്തിൽ പറയുന്നു. 1 മുതൽ 10 വരെ അധ്യായങ്ങളിൽ സീനായിൽ നിന്ന് കനാനിലേക്ക് പോകുന്നതിന്റെ ഒരുക്കങ്ങളാണ്. 11, 12 അധ്യായങ്ങളിൽ യാത്രയും 13, 14 അധ്യായങ്ങളിൽ കീഴടങ്ങാനുള്ള പാഴ്ശ്രമവുമാണ്. അതായത് 13, 14 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ ഒറ്റുനോക്കാൻ പോകുന്നു. ഒറ്റുനോക്കാൻ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് കീഴടക്കത്തില്ലെന്ന് വന്ന് പറഞ്ഞ് ജനത്തെ അവർ ബലഹീനപ്പെടുത്തുന്നു. യോശുവയും കാലേബും കീഴടക്കം എന്ന് പറയുന്നു. അവസാനം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലയേണ്ടി വരുന്ന 40 വർഷം. ദൈവം പറഞ്ഞ് ഈ അവിശ്വാസമുള്ള ജനത ചത്തു തീരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കനാനിൽ കടക്കുകയില്ല. ഓക്കെ. എന്നാൽ ദേശം ദൈവം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. കനാൻ ദൈവം ശുദ്ധീകരിച്ച നാടാണ്. കനാൻ ദൈവം ശുദ്ധീകരിച്ച നാടാണ്. ദൈവം ജനത്തിന്റെ മധ്യേ അധിവസിക്കുന്നു. അതിനാൽ മറ്റ് ജാതികളെയെല്ലാം, അതൊരു ഭയങ്കര പ്രമേയമായിരുന്നു. ജനത്തിന്റെ മധ്യേ ദൈവം അധിവസിക്കുന്നതുകൊണ്ട് മറ്റ് ജാതികളെയൊന്നും ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ പാർക്കുവാൻ അനുവദിക്കരുത്. അവരെ എല്ലാം പുറത്താക്കണം. ആ ദേശത്ത് യഹോവയെ മാത്രം ആരാധിക്കണം. അതാണ് ഇന്ന് പലസ്തീന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയാം, ആ ദേശത്ത് യഹോവയെ മാത്രം ആരാധിക്കണം. അതുകൊണ്ട് ഇന്ന് അലക്സ പള്ളി നിൽക്കുന്നത് യെരൂശലേം ദേവാലയം നിൽക്കുന്ന അതേ സ്പോട്ടിലാണ്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പത്രം വായിക്കും നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം ജീവിതം ആനന്ദപ്രദമാകത്തക്കവണ്ണം ദൈവം ദേശത്ത് പാലും തേനും ഒഴുകുന്നതാക്കി തീർക്കും. ദൈവം ദേശത്ത് പാലും തേനും ഒഴുക്കി അവരുടെ ജീവിതം ആനന്ദപ്രദമാക്കും എന്നുള്ളൊരാശയമാണ് നമ്മുടെ കാണുന്നത്. കൊല ചെയ്യാൻ പാടില്ല. കൊല ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ 6ാമത്തെ കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ കൊലപാതകം ദേശത്തെ അശുദ്ധമാക്കും. അതിനാൽ അത് പാടില്ല. ദേശം ഇസ്രായേലിന്റെ ശാശ്വത അവകാശമാണ്. അടുത്ത ദൈവജനം. ദൈവത്തെ എങ്ങനെ അനുഗമിക്കണമെന്ന് സംഖ്യാപുസ്തകത്തിൽ ദൈവത്തെ എങ്ങനെ അനുഗമിക്കണമെന്ന് സംഖ്യാപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വ്യക്തികളായും സമൂഹമായും ഇസ്രായേൽ ദൈവത്തിന്റെ സ്വഭാവം പ്രകടമാക്കണം. അവരുടെ ഐക്യത, വിശുദ്ധി, വിശ്വസ്തത. ശ്രദ്ധിക്കൂ, ഇസ്രായേൽ ജനത്തിന്റെ ഐക്യത, വിശുദ്ധി, വിശ്വസ്തത. ഇന്നും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവ ദൈവത്തിന്റെ സ്വഭാവത്തിന് തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടതായിരിക്കണം. പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവം കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടതായിരിക്കണം. അങ്ങനെയല്ലേ വചനം വായിക്കുന്നത്. അവന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ട് പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, എനിക്കൊന്ന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? അവനിൽ ഇരിക്കേണ്ടതിനും ആ വാക്യം ഒന്ന് വായിക്കാമോ? 3:10. പൗലോസിന്റെ ആഗ്രഹം പറയുന്നത് മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ സ്വഭാവത്തോട് കണ്ടോ, അവന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ട്. അപ്പം അത് പഴയ നിയമത്തിന്റെ പ്രമാണം അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും അതായത് ഇസ്രായേൽ ജനം ഒരു സാധാരണ ജനമല്ല. ദൈവം അവർക്ക് പ്രിഫറബിളി ദേ ആർ ഗിവൺ എ മോറൽ കോഡ് ആൻഡ് കോണ്ടക്ട്. അവർക്ക് ദൈവം ഒരു ധാർമ്മിക മൂല്യം അവർക്ക് കൊടുത്തിരുന്നു. ആ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേർന്നതായിരുന്നു, ദൈവത്തിന്റെ ക്യാരക്ടറിൽ ചേർന്നതായിരുന്നു.
ഓക്കെ. പുരോഹിതൻ ജനത്തെ പ്രതിനിധീകരിച്ചു ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനാൽ അവരുടെ സ്വഭാവം ദൈവത്തിന്, അതാണ് ഭയങ്കരം. പുരോഹിതൻ ജനത്തെ പ്രതിനിധീകരിച്ച് ദൈവസന്നിധി നിൽക്കുന്നതിനാൽ അവരുടെ സ്വഭാവം ദൈവത്തിൻ്റെത് പോലെ ആയിരിക്കണം. വിശുദ്ധി ദൈവത്തിന്റെ അന്തർലീനമായ ഇന്നർ ക്യാരക്ടറാണ്. വിശുദ്ധി എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇന്നർ ക്യാരക്ടറാണ്. വിശുദ്ധി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ വിശുദ്ധി? അതിന് പത്യത്തിൽ പഴയ നിയമത്തിൽ ഹാഗിയോസ് എന്നുള്ള പദമൊക്കെ നമ്മൾ പറയുമ്പോൾ കർത്താവിനായി വേർതിരിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ എന്താ സത്യത്തിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പ്രതികരിക്കാം. പ്രതികരിക്കത്തില്ല പിന്നെ ഞാൻ തന്നെ പറയേണ്ടി വരും. ഞങ്ങളെല്ലാം കേട്ടിരിക്കാമെന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ. എന്താണ് വിശുദ്ധി കൊണ്ട് നിങ്ങൾ അർത്ഥം? നമ്മൾ എപ്പോഴും ഉപദേശിച്ചാൽ വിശുദ്ധി പാലിക്കണം, വിശുദ്ധി പാലിക്കണം. എന്താ വിശുദ്ധി? വിശുദ്ധി എവിടെയാണ് പ്രകടമാകേണ്ടത്? എല്ലായിടത്തും വിശുദ്ധി പ്രകടമാണ്. സംസാരത്തിലും നമ്മൾ തെസ്സലോനിക്കത്തിൽ 4 എന്താ വാക്യം വായിക്കുന്നത്? തെസ്സലോനിക്ക 4 3 ദൈവത്തിന്റെ ഇഷ്ടമോ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 4 എത്രയാണത്? 4:3. യാ 4:3. അതാ അപ്പൊ അത് ആ 4-ാം അധ്യായം മൊത്തം വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞാനത് വിസ്തരിക്കുന്നില്ല. അപ്പൊ 4:3 പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെങ്കിൽ എന്താണ് ശുദ്ധീകരണം? ഞാൻ നിങ്ങളോട് ലളിതമായി പറയാം, അതൊരു മനോഭാവമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് മനോഭാവമാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുന്ന ഓർമ്മ, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, നാം തന്റെ സ്ഥലം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് കാണാൻ പറയാൻ അറിയത്തില്ല. നാം തന്റെ സ്ഥലം വിശുദ്ധരും നിഷ്കളങ്കം വരാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുവത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമുഖത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേ ചെയ്തുവല്ലോ. അപ്പൊ നാം തന്റെ സ്ഥലം വിശുദ്ധരും നിഷ്കളങ്കരാകണം. വിശുദ്ധൻ എന്ന് അവിടെ പറയുമ്പോൾ അവിടെ രണ്ട് ആസ്പെക്ട് ഉണ്ട്. എന്തുണ്ട്? രണ്ട് വശങ്ങളുണ്ട്. 2 വശങ്ങളുണ്ട്. ഈ 2 വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്ഥാനവിശുദ്ധി, മറ്റൊന്ന് ഭാവവിശുദ്ധി. ഒന്ന് സ്ഥാനവിശുദ്ധി, മറ്റൊന്ന് നമ്മളെ ദൈവം വിശുദ്ധരായിട്ടൊരു സ്ഥാനത്ത് വെച്ചിട്ട് നമ്മളെ വേർതിരിച്ചു വെച്ചേക്കുക, ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയേക്കുക. ആ പ്ലാറ്റ്ഫോം, വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ നിർത്തിയേക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സ്ഥാനവിശുദ്ധിയിൽ നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. എല്ലാവരെയും പൗലോസും പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലൊക്കെ ദൈവമക്കളെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്ന ഏതർത്ഥത്തിലാണ്? യേശുക്രിസ്തുവിന്റെ രക്തം മൂലം വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാവരെയും അവരെ ഒരു പ്രത്യേക വിശുദ്ധൻ എന്ന പദവിയിൽ നിർത്തിയേക്ക. ഒരു സ്റ്റാറ്റസ് ആണ്, പൊസിഷനാണ്. ഗ്രീക്കിൽ അതിന് മെറ്റാത്തിത്തേമി എന്നാണ് മെറ്റാത്തിത്തേമി തിത്തേമി എന്ന് പറഞ്ഞാൽ പ്ലേസ് എന്നാ. മെറ്റ എന്ന് പറഞ്ഞാൽ അപ്പുറം, ഒരു പ്രത്യേക പ്രതലത്തിൽ നമ്മളെ നിർത്തിയേക്കുക. മെറ്റാത്തിത്തേമി എന്ന് മറ്റാ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ദൈവം നമ്മളെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിർത്തിയേക്കുക. ആ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാ? ജോൺ വി പി എന്ന് പറഞ്ഞ ആൾ ആരാണ്? എന്നെ കൂടെ ഉറക്കുമല്ലോ. ഇപ്പം ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നാട്ടെ. നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങി, നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങി. നിങ്ങൾ കോട്ട് വായിട്ടാ. അതെനിക്ക് കോട്ട് വായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരാൾ കോട്ട് വായിട്ടാ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? അത് നമ്മുടെ ഫിസിയോളജിയുടെ ഒരു ഭാഗമാണ്. എന്റെ കോട്ട് വായിടാലും ഉറക്കം തൂങ്ങിയാല് നിങ്ങളെക്കാളൊക്കെ ക്ഷീണിതനാണ് ഞാൻ. പകൽ മൊത്തം അധ്വാനമായിരുന്നു. സന്ധ്യയ്ക്കാവുന്ന കയറി. ഇനിയിപ്പോ രാത്രി എനിക്ക് യാത്രയാണ്. നാളെ ടയർഡാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങി. ഓക്കെ, ബി വിജിലന്റ്. അപ്പൊ ശ്രദ്ധിക്കണമേ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? രണ്ടാമത്തെ ഭാവവിശുദ്ധിയാണ്. നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ മനോഭാവത്തിൽ വിശുദ്ധിയാണ്. നമ്മുടെ മനോഭാവത്തിൽ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നമ്മള് എന്താ
ആ വിശുദ്ധി നമ്മൾ അനുസരണക്കേട് കൊണ്ടും അശുദ്ധി കൊണ്ടും വിശുദ്ധി നഷ്ടമാകാം. ഈ വിശുദ്ധി പരിശുദ്ധി എന്ന് പറയുന്ന രണ്ട് പദങ്ങളുണ്ട്. എന്താണ് വിശുദ്ധിയും പരിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം? മോസ്റ്റ് ഹോളി. മോസ്റ്റ് ഹോളി എന്നാ പരിശുദ്ധി. ഡിവൈൻ. പരിശുദ്ധി ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തെ പരിശുദ്ധൻ എന്നാ വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ സ്റ്റാൻഡിലേക്ക് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. സോ വി വിൽ ബി സാങ്ക്ടിഫൈഡ്. നമുക്ക് പരിശുദ്ധരാകാൻ പറ്റില്ല. നമ്മൾ ആ പെനൽറ്റിമേറ്റ് സ്റ്റേജിൽ നിന്നിട്ട് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വളരാനേ പറ്റത്തുള്ളൂ. We cannot reach the ultimate. We cannot reach the ultimate sanctity. We cannot reach the holiness of God. But we can reach up to penultimate and strive for. ആ പെനൽറ്റിമേറ്റിൽ എത്തിയിട്ട് അൾട്ടിമേറ്റിലേക്ക് നമുക്ക് ശ്രമം നടത്താം. അപ്പോൾ പരിശുദ്ധി ദൈവത്തിന് മാത്രമുള്ളതാണ്. വിശുദ്ധി എന്ന് പറയുന്ന ഈ പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊക്കെ പാലിക്കേണ്ട കാര്യമാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായും സ്ഥാനവിശുദ്ധി അല്ല, പ്രധാനമായും ഭാവവിശുദ്ധിയാണ്. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാക്കിയിരിക്കുന്നു. ഇനി നമ്മുടെ പ്രവൃത്തിയിൽ എന്ത് വേണം? നമ്മുടെ ഭാവത്തിൽ വിശുദ്ധി ഒരു മനോഭാവമാണ്. തിന്മയോടുള്ള മനോഭാവം, പാപത്തോടുള്ള മനോഭാവം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3:9 എത്ര? 2:9 3:9 എന്താണ് പറയുന്നത്? 2:9 2:9 or 3:9. ദൈവത്തിന് ജനിച്ചവനാരും ഒന്ന് വായിച്ചേ. കണ്ടോ നിങ്ങൾ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. എത്രയാണ്? 1 യോഹന്നാൻ 1 യോഹന്നാൻ 3:9. 3:9. ഫസ്റ്റ് ജോൺ 3:9 പറയുന്നു ദൈവത്തിന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ആ വാക്യത്തിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ those who born from God do not continue in sin. ദൈവത്തിന് ജനിച്ചവനാരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. Do not continue in sin എന്നാ. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? പാപത്തിൽ തുടരുന്നില്ല. പാപത്തിൽ തുടരുന്നില്ല. അതൊരു ഭയങ്കര പ്രമേയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കുറവുകൾ സംഭവിക്കാം. പാപം എന്ന് പറയുന്നത് തന്നെ പാപത്തിന് ഞാൻ വിശദീകരിച്ച് പറയാൻ പോയ ഒത്തിരി കാര്യങ്ങൾ പറയട്ടെ. ഇത് തീരത്തില്ല. 2 ആഴ്ച കൊണ്ട് തീർക്കണമെന്ന് എന്നോട് ബിനുസാർ പറഞ്ഞേക്കുക. എങ്കിലും വന്നു കയറിയോണ്ട് പറയാം. പാപം എന്നുള്ളതിനെ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു 4-5 പദമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ പാപം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു 4-5 പദമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പദം ഹാമാർട്ടിയ എന്ന് പറയുന്നത് ഹാമാർഷ്യാണ്. എന്താണ് ഹാമാർഷ്യ? ഹാമാർഷ്യ എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ദ മാർക്ക്. ഇപ്പൊ ഒരു 2 യുദ്ധം ചെയ്യുമ്പോൾ ഒരാള് അവരിനോട് യുദ്ധം ചെയ്യുമ്പോൾ വാളുകൊണ്ട് അവന് വെട്ടുന്നു. ഒരു 100 പ്രാവശ്യം അവനെ വെട്ടുകൊള്ളാതെ പോയാലും ഇവൻ പറയും എന്റെ ലക്ഷ്യം പിഴച്ചു, ഞാൻ വെട്ടാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതിന് ഹാമാർഷ്യ എന്നാ പറയുന്നത്. ആ കോണ്ടസ്റ്റിൽ, ഗ്രീക്ക് കോണ്ടസ്റ്റിൽ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്, ലക്ഷ്യം തെറ്റി. എന്നാൽ ഈ വേട്ടക്കാരുടെ കോണ്ടസ്റ്റിൽ ഈ വേട്ടയ്ക്ക് പോകുന്ന ആളുകൾ അവർ അമ്പ് ചെയ്യുമ്പോൾ അമ്പ് ലക്ഷ്യം പിഴച്ചു പോയാൽ അവര് ഹാമാർഷ്യ എന്ന് പറയും. ഹാമാർഷ്യ എന്ന പദമാണ് പാപത്തിന് വേദപുസ്തകത്തിൽ പ്രൈമറിലി പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പദം. എന്താണ് ഹാമാർഷ്യ? ഹാമാർഷ്യ എന്ന പദത്തിന്റെ അർത്ഥം ലക്ഷ്യം പിഴയ്ക്കുക എന്നാണ്. ലക്ഷ്യം തെറ്റുക. വേദപുസ്തകത്തിൽ പാപത്തിന് രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു പദം പാരപ്റ്റോമ എന്നൊരു പദമാണ്. പാരപ്റ്റോമ, PARAPTOMA, പാരപ്റ്റോമ എന്ന പദത്തിന്റെ അർത്ഥം ലംഘനം എന്നാണ്. ഇനിക്വിറ്റി, ട്രാൻസ്ഗ്രഷൻ, വയലേഷൻ. ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുക. ഈ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക എന്ന് പറയുമ്പോൾ അത് 2 തരത്തിലുള്ള കൽപ്പനയുണ്ട്. എത്ര ഉണ്ട്? 2 തരത്തിലുള്ള കൽപ്പനയുണ്ട്. അതായത് ഒന്ന് സിൻ ഓഫ് ഒമിഷൻ ആൻഡ് അതർ ഈസ് സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയും. ഒന്നെന്താണ്? സിൻ ഓഫ് ഒമിഷൻ, മറ്റേതെന്താണ്? സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ? ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുന്നതാണ് ഒമിഷൻ. ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ് ഒമിഷൻ. താങ്ക് യു, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ചെയ്യരുതെന്ന് പറയുന്ന ചെയ്യുന്നതാണ് സിൻ ഓഫ് കമ്മീഷൻ.
അതായത് 10 കൽപ്പന 10 ഉണ്ട്. അതിൽ അന്യദൈവം ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, അത് ചെയ്യരുത്, കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്, ഇതൊക്കെ കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ വയലേറ്റ് ചെയ്താൽ എന്താണ്? സിൻ ഓഫ് കമ്മീഷൻ ആണ്. നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സിൻ ഓഫ് കമ്മീഷൻ. എന്നാൽ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന എന്താണ്? സിൻ ഓഫ് ഒമിഷൻ ആണ്. 10 കൽപ്പനയിൽ ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതെന്താണ്? അപ്പനെ ബഹുമാനിക്കുക. നിനക്ക് ബാക്കിയോട് ചേർത്ത് പറ. അപ്പനെയമ്മയെ ബഹുമാനിക്കുക, നിനക്ക് നന്മ ഉണ്ടാകാനും ഭൂമിയിൽ ജീവനോടെ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും. നീ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന വാക്തത്വത്തോട് ആദ്യ കൽപ്പന പൗലോസ് ഏറ്റു പറയുന്നു. അപ്പൊ കൽപ്പനകളിൽ ഞാൻ ഈ ഫോൺ ഒന്നുകൂടെ ഒന്ന് എടുത്തോട്ടെ. ഐ എം സോറി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ഇടത്തുള്ളവരോട് പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. അവര് ചോദിക്കുന്നു, ഞങ്ങൾ നിന്നെ നഗ്നനായിട്ടോ വിശന്നോ കണ്ടില്ലോ എന്ന് പറയുമ്പോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാകുന്നു. അത് അപ്പൊ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ അതെന്താണ്? പാപമാണ്. നമ്മളെല്ലാം മിടുക്കന്മാരാണ്. നമ്മൾ കൊല ചെയ്യത്തില്ല, വിചാരിക്കത്തില്ല, മോട്ടിക്കത്തില്ല, കള്ളനാട്യം പറയത്തില്ല. സിൻ ഓഫ് കമ്മീഷൻ നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാറില്ല. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, സിൻ ഓഫ് ഒമിഷൻ. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളൂടെ ചെയ്യുന്നില്ല. അതും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ്? നിങ്ങൾക്കൊരു മടി പറയാൻ അത് പാപമാണ്. അപ്പം അതാണ് പാപത്തിന്റെ രണ്ടാമത്തെ തലം. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അടിക്കുക എന്നൊരു പദമാണ്. അടിക്കുക എന്ന് ഓർത്താൽ മതി. അടിക്കുക. നിങ്ങൾക്ക് ആണ്ട് ഈ ഫർണിച്ചർ കടയുണ്ടല്ലോ, ഫർണിച്ചറൊക്കെ വിൽക്കുന്ന സാധനം ഇന്റർനാഷണൽ അതിന്റെ പേരെന്തുവാ? നോക്കിയായോ? അല്ലല്ലോ, ഐക്കിയ. ഓക്കെ, വലിയ 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 ഇന്റർനാഷണൽ ആയിട്ട് വലിയ ഐക്കിയ എന്നാണ് അതിന് പറയുന്നത്. ഐക്കിയ എന്ന് പറയും. അപ്പൊ ആ സാധനം പോലെ ഓർത്താ മതി. അപ്പൊ അടിക്കുക, അതിന്റെ കൂടെ ഒരു ഡിയും കൂടെ ചേർത്താ മതി. അടിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് അനീതി എന്നാണ്. എന്താണ്? അപ്പൊ ഏത് അനീതിയും പാപമാണ്. ഏത് അനീതിയും, നീതിക്ക് നിരക്കാത്ത ഏത് കാര്യം ചെയ്യുന്നതും എന്താണ്? നീതി എന്ന് പറയുന്നത് ദൈവിക നീതി മാത്രമല്ല, മാനുഷ്യമായ നീതി. നീതിക്ക് നിരക്കാത്ത ഏത് കാര്യവും പാവമാണ്. അന്യായമായി പിടിച്ചു പറിക്കുന്ന പാവമാണ്. മറ്റൊരുത്തന്റെ ഭാഗം സ്വന്തമാക്കുന്ന പാവമാണ്. ജോലി ചെയ്യാതിരിക്കുന്ന പാവമാണ്. 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് ജോലി ചെയ്യേണ്ടതിന് 6 മണിക്കൂർ ജോലി ചെയ്തിട്ട് 8 മണിക്കൂറിന്റെ ശമ്പളം മേടിക്കുന്ന പാവമാണ്. 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടടുത്ത് 10 മണിക്കൂറും 12 മണിക്കൂറും നേഴ്സുമാരെ കൊണ്ട് നാട്ടിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് 8 മണിക്കൂറിന്റെ പോലും കാശ് കൊടുക്കാതിരിക്കുന്ന ഭാവമാണ്. അന്യായമായ ലാഭേച്ഛ ഉണ്ടാക്കുന്ന ഭാവമാണ്. നമ്മൾ ജോലി ചെയ്യേണ്ട സ്ഥാനത്ത് ചെയ്യാതിരിക്കുന്ന ഭാവമാണ്. ജോലി ചെയ്തിട്ട് വിശ്രമിക്കേണ്ട സ്ഥാനത്ത് വിശ്രമം തടയുന്ന ഭാവമാണ്. അപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കും ദൈവം തന്നിരിക്കുന്ന നീതി എന്ന ഒരു കോൺസെപ്റ്റിന് വിരുദ്ധമായി എന്ത് ചെയ്താലും അതിന്റെ പേരെന്താണ്? പാപമാണ്. അനീതി, ഇൻജസ്റ്റിസ്. അടിക്കുക. അടുത്ത മറ്റൊരു പദം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അനോമിയാണ്. എന്താണ്? പാപത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേര് അനോമിയാണ്. നോം എന്ന് പറഞ്ഞാൽ, നോമോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ലോ എന്നാണ്. അത് സത്യത്തിൽ അനോമിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മോറൽ കോഡ് ആൻഡ് കോണ്ടക്ട് വയലേറ്റ് ചെയ്യുക. ദൈവത്തിന് ഒരു ധാർമ്മികതയുണ്ട്. ദൈവത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ, ഇഫ് യു വയലേറ്റ് ദ മോറൽ കോഡ് ആൻഡ് കോണ്ടക്ട് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് അനോമിയ. മറ്റൊന്നുണ്ട് അസേബിയ എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഇൻഡിഫറൻസ് ടു ഗോഡ്. ദൈവത്തെ കുറിച്ചൊരു ബോധമില്ലാതെ, ദൈവം ഉണ്ടോ ആർക്കറിയാം, എനിക്കൊരു ബോധമില്ല, അതിനെക്കുറിച്ചൊരു മനോബോധമില്ല, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നതും എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള മനോബോധമില്ലാതെ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരുതരം അഗ്നോസ്റ്റിക്, അത്തരത്തിലുള്ള വാദഗതി, അത് അനോമിയ, പാവമാണ്. പിന്നെ ഉണ്ട് പാരാബേസിസ്, അങ്ങനെ 2-3 പദം. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട പാപത്തിനുള്ള പ്രധാനപ്പെട്ട. വേറെ ഒന്നുകൊണ്ടുണ്ട്. അടിക്കുക പറയാ, അകത്താർത്തോസ്, അശുദ്ധി, അകത്ത്.
കഥാറോസ്. കഥാറോസ് എന്ന് പറഞ്ഞ കഥാറോസ് എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കഥാർസിസ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. കഥാർസിസ് എന്ന പദത്തിൽ നിന്നാണ് കൗൺസിലിംഗ് എന്ന ഇംഗ്ലീഷ് പദം. കഥാറോസ് അശുദ്ധി എന്നൊക്കെ വരുന്ന, മാലിന്യം എന്നൊക്കെ വരുന്ന, മലിനത എന്നൊക്കെ വരുന്ന അർത്ഥമാണ്. മലിനത എന്നൊക്കെ വരുന്ന അർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാപത്തിന് വേണ്ടി ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഇതെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളാണ്. ദൈവം വിശുദ്ധരായിരിക്കാൻ, ദൈവം മാത്രമല്ല അശുദ്ധിക്ക് 2 പോംവഴികളാണ്. ഒന്ന് പാളയത്തിന് പുറത്തു പോവുക, അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കുക. അശുദ്ധൻ പാളയത്തിന് പുറത്തു പോകണം. അതുകൊണ്ടാണ് കുഷ്ഠരോഗി എന്ത് പാളയത്തിന് പുറത്തു പോകുന്നത്. കുഷ്ഠം ശരീരത്തെ വികൃതമാക്കുന്നു. പരസംഗം സ്വാഭാവിക രീതി വിട്ടുള്ളതാണ്. അതുകൊണ്ട് പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും വിവാഹേതര ബന്ധവും പാപമാണ്. പ്രീമാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, ദീസ് ആർ സിൻ. ദൈവം അത് വെറുക്കുന്ന പാപമാണ്. കാരണം പരസംഗം എന്ന് പറയുന്ന പ്രദം തന്നെ സ്വാഭാവിക രീതി വിട്ട് പുറത്തുള്ള ഒരു രീതിയാണ്. അത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് അതും അശുദ്ധമാണ്. ദൈവജനം വിശുദ്ധമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ മനുഷ്യന് ഓരോരുത്തര് ഓരോ വാക്യം എന്തുവാ, ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ ഭർത്താവും ഓരോരുത്തരും ഓരോ ഭാര്യയും എന്നുള്ള പൗലോസിന്റെ പ്രയോഗം തന്നെ വളരെ കൃത്യമാണ്. ഓക്കെ, ഞാൻ പുതിയ നിയമത്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, അടുത്തത് അനുസരണക്കേടും അശുദ്ധിയും കൊണ്ട് വിശുദ്ധി നഷ്ടമാകാം. അവിശ്വാസം അതുപോലൊരു കുറ്റമാണ്. ദേശം ദൈവം നൽകുമെന്ന് വിശ്വസിക്കാത്തവരെല്ലാം ബാധയാൽ മരിച്ചുപോയി. ദേശം ദൈവമാണ് നൽകുന്നതെന്ന് വിശ്വസിക്കാതെ ഒറ്റ നോക്കിയിട്ട് വന്ന് ഒക്കത്തില്ല, പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിശ്വസിച്ച തലമുറ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അവരുടെ സ്വസ്ഥയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം സൂക്ഷിക്കുക. നമ്മെ പോലെ അവരും ഒരു സദ്വർത്തമാനം കേട്ടവരായിരുന്നു, എങ്കിലും കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായാൽ ഉപകാരപ്രദമായി വന്നില്ല. സോ therefore നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നമുക്ക് ഉപകാരപ്രദമായി വന്നില്ല. അതുകൊണ്ട് അവിശ്വാസത്താൽ അവർ നശിച്ചുപോയി. അപ്പൊ അവിശ്വാസം പാപമാണ്. ഓക്കെ, ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അശുദ്ധി സാധാരണ വ്യത്യസ്തമായ ഒരു സ്ഥിതിയാണ്. അശുദ്ധിക്ക് 2 പോംവഴിയാണ്. ഒന്നുകിൽ മനുഷ്യൻ പാളയത്തിന് പുറത്തു പോകണം, അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധനായ നാസി വിദസ്തനോ മഹാപുരോഹിതനോ ശവം തൊട്ടാൽ അശുദ്ധനാകും. മഹാപുരോഹിതൻ ശവത്തെ തൊടാൻ പാടില്ല. വിശുദ്ധനായ നാസി വിദസ്തൻ ശവത്തെ തൊടാൻ പാടില്ല. വിശുദ്ധ ജനമാകിയാൽ എല്ലാ ഇസ്രായേൽ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമാകിയാൽ എല്ലാ ഇസ്രായേൽ ജനം വിശുദ്ധ ജനമാണ്. വിശുദ്ധിയുടെ അളവിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രാകാരത്തുള്ള ദൈവസ്ഥാനിത്യത്തിന്റെ അളവല്ല വിശുദ്ധ സ്ഥലത്തെ അളവ്. വിശുദ്ധ സ്ഥലത്തുള്ള ദൈവസാന്നിധ്യത്തിന്റെ അളവല്ല അതിവിശുദ്ധ സ്ഥലത്തുള്ള ദൈവസാന്നിധ്യത്തിന്റെ അളവ്. അപ്പൊ വിശുദ്ധിയുടെ അളവിന് വ്യത്യാസമുണ്ട്. സാധാരണ ജനത്തെക്കാൾ വിശുദ്ധനാണ് പുരോഹിതൻ. അത് കോരഹിന്റെ അനുസരണക്കേടിൽ വ്യക്തമാകുന്നു. കോരഹനാഥ അബീരാം അവർ അനുസരണക്കേട് കാണിച്ചു. സാധാരണ ജനത്തെക്കാൾ വിശുദ്ധനാണ് പുരോഹിതന്മാർ. അതുകൊണ്ട് പുരോഹിതൻ പാപം ചെയ്താൽ ആവശ്യത്തിന് അടി കിട്ടും. സാധാരണ വിശ്വാസി കിട്ടുന്നതിനേക്കാൾ ഇടി. പാസ്റ്റ് തെറ്റ് ചെയ്താൽ നമ്മൾ പറയത്തില്ല, ഇഫ് ദ ബെസ്റ്റ് പെർവേർഡ്സ് ഇറ്റ് ബിക്കംസ് ദ വർസ്റ്റ്. ഏറ്റവും നല്ല ചീത്തയായാൽ ഏറ്റവും ചീത്തയാ. നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നാറ്റം പുറപ്പെടുവിക്കുന്ന, ചീത്തയായ നാറ്റം പുറപ്പെടുവിക്കുന്ന ഭക്ഷണം ഏതാണ്? ചീത്തയായാൽ ഏറ്റവും നാറുന്ന ഭക്ഷണം ഏതാണ്? പാലും മുട്ടയും. അത് രണ്ടും ചീത്തയായാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. പാലും മുട്ടയും ചീത്തയായാൽ അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതുപോലെ നാറാൻ വേറൊന്നിനും കഴിയത്തില്ല. പാലും മുട്ടയുമാണ് ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡ്, സമീകൃത ആഹാരം. അപ്പൊ ഏറ്റവും സമീകൃതമായ നല്ല ആഹാരമാണ് പാലും മുട്ടയെങ്കിലും അത് രണ്ടും ചീത്തയായാൽ അതിനെ പോലെ നാറാൻ മറ്റാർക്കും കഴിയത്തില്ല. വിശ്വാസി ചീത്തയായാൽ പാസ്റ്റർ അത്രയും ചീത്തയാവത്തില്ല. പാസ്റ്റർ ചീത്തയായാൽ സെൻട്രൽ പാസ്റ്റർ അത്രയും ചീത്തയാവത്തില്ല. സെൻട്രൽ പാസ്റ്റർ ചീത്തയായാൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ അത്രയും ചീത്തയാവത്തില്ല. ഡിസ്ട്രിക്ട് പാസ്റ്റർ ചീത്തയായാൽ പ്രസിഡന്റ് അത്രയും ചീത്തയാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഇഫ് ദ ബെസ്റ്റ് പെർവേർഡ്സ് ഇറ്റ് ബിക്കംസ് ദ വർസ്റ്റ്. ഏറ്റവും നല്ലത് ചീത്തയായാൽ ഏറ്റവും ചീത്തയാവുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും രുചിയുള്ള മാംസം ഏതിന്റെയാണ്?
ഏറ്റവും അറിയത്തില്ല. രുചിയുള്ള മാംസം. വേഗം ക്യൂക്ക് സമയം കളയരുത്. ബീഫ്. ഏറ്റവും രുചിയുള്ള മാംസം ഏതിന്റെ ബീഫാണ്? കാളയാണോ, പോത്താണോ, പന്നിയാണോ? ബീഫ് എന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചു. മാവിന്റെ ഏറ്റവും രുചിയുള്ള മാംസം എന്തിന്റെയാണ്? അറിയില്ല. അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഉത്തരം. യു ആർ റൈറ്റ്. അസ്യൂം ചെയ്യുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞാലേ അറിയത്തില്ല. മനുഷ്യന്റെ മാംസമാണ് ഏറ്റവും നല്ല രുചിയുള്ള മാംസം. വണ്ടർഫുൾ. അതെന്തായാലും കഴിച്ചിട്ടില്ല. ബെസ്റ്റ് ഫുഡ് ആണ് മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിമ്മി മാഡം. എന്ന് വെച്ചാൽ രാജപാസ്റ്റ് കഴിച്ചിട്ടാണോ പറയുന്നത്? അങ്ങനൊന്നും അല്ല. മനുഷ്യന്റെ മാംസമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം. കാരണം എന്നാലും കേട്ടുകൊള്ളൂ, മനുഷ്യ മാംസം നാറിയ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡെഡ് ബോഡിയൊക്കെ മാന്തി എടുക്കുന്ന പോലീസുകാർ ബോധം കെട്ട് വീഴും. മാസ്ക് എത്ര വിട്ടാൽ ആ സ്മെൽ അടിക്കുമ്പോഴത്തേന് ശ്വാസം മുട്ടി വീഴും. മനുഷ്യൻ നാറിയാൽ അത്രയും നാറാൻ ആർക്ക് കഴിയത്തില്ല. ഇത്രയേ ഉള്ളൂ. ഒരു മൃഗം ചത്താൽ മനുഷ്യന്റെ അത്രയും നാറത്തില്ല. ഒരു മനുഷ്യൻ നാറിയാൽ മൃഗത്തിന്റെ അത്രയും നാറത്തില്ല. ഒരു വിശ്വാസി നാറിയാൽ പാസ്റ്ററുടെ അത്രയും നാറത്തില്ല. ഒരു പാസ്റ്റർ നാറിയാൽ സെന്റർ പാസ്റ്റർ അത്രയും നാറത്തില്ല. ഒരു സെന്റർ പാസ്റ്റർ നാറിയാൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ അത്രയും നാറത്തില്ല. ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ നാറിയാൽ ഒരു പ്രസിഡന്റ് അത്രയും മാറത്തില്ല. ഒരു പ്രസിഡന്റ് നാറിയാൽ ഒരു ഇന്റർനാഷണൽ പാസ്റ്റർ അത്രയും നാറത്തില്ല. ഒരു നില കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വീണാൽ ഒരാളുടെ കയ്യോ കാലോ ഒക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്നിരിക്കും. പക്ഷെ 2 നില കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വീണാൽ ഡാമേജ് കൂടുതലായിരിക്കും. ഒരു 10 നില കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വീണാൽ പിച്ചാത്തി പിടിക്ക് എല്ല് കിട്ടത്തില്ല. That means the more you go higher and higher, the fall will be bringing more and more damage. ഓർത്തോളണം, ഏറ്റവും കൂടുതൽ വിശുദ്ധർ ഇന്ന്. അതുകൊണ്ട് ലോകത്തുള്ളിൽ ഏറ്റവും വിശുദ്ധർ എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരായ ദൈവമക്കളാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ നാറിയാൽ മറ്റുള്ളവരെക്കാൾ ഭയങ്കരമായി നാറുന്നത്. അതുകൊണ്ട് അശുദ്ധിയുള്ളവൻ പാളയം വിട്ട് പുറത്തു പോകണം. ഒന്നുകിൽ അവൻ പാളയത്തിന് പുറത്തു പോകണം, അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. നാസി വിദസ്തൻ അല്ലെങ്കിൽ മഹാപുരോഹിതന് ശവം തൊടാൻ പാടില്ല. വിശുദ്ധ ജനമാകിയാൽ എല്ലാ ഇസ്രായേലും വിശുദ്ധരാണ്. വിശുദ്ധി അളവിന് വ്യത്യാസമുണ്ട്. സാധാരണ ജനത്തെക്കാൾ വിശുദ്ധനാണ് പുരോഹിതൻ. കോരകന്റെ അൻസങ്ങൾ വ്യക്തമാകുന്നു. മഹാപുരോഹിതൻ അതിലും വിശുദ്ധനാണ്. അല്പകാലത്തേക്കുള്ള വിശുദ്ധി നാസീവിധസ്ഥ ലഭിക്കും. പുരുഷനോ സ്ത്രീയോ ആർക്ക് വേണമെങ്കിലും നാസീവിധം എടുക്കാം. വീഞ്ഞ് ഉപയോഗിക്കുകയോ ശവം തൊടുകയരുത്. സമർപ്പണത്തിന്റെ അടയാളമായി മുടി അത്രയും നാൾ കത്തിരിക്കയില്ല. നിങ്ങൾക്കറിയാം, ഈ ശബരിമല പോകാനൊക്കെ മാലയിടുന്ന ആളുകൾ പിന്നെന്ത് ചെയ്യത്തില്ല? മുടി വെക്കത്തില്ല. വ്രതകാലത്ത് മുടിയും വെട്ടത്തില്ല, താടിയും അടിക്കത്തില്ല. ഓക്കെ. കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ കൂടാതെ എനിക്ക് രസകരമായി തോന്നിയത്, കാളക്കുട്ടി ഉണ്ടാക്കാൻ സഹായിച്ചത് ആരാണ്? അഹരോനാണ്. ഞാൻ ഉണ്ടാക്കാൻ സഹായിച്ചെങ്കിൽ ആ പരീക്ഷ അതിൽ കൂടിയില്ല. അവൻ ലേവ്യനല്ലേ, അവൻ മാറിയെന്ന്. ഈ വെട്ടാൻ നിന്നോണ്ട് കൂടത്തി അവനും മാറി കാണും. അങ്ങനെ അവനും രക്ഷപ്പെട്ടു. എന്തായാലും അഹരോൻ തട്ടിപ്പോയില്ലല്ലോ. നിങ്ങളാരും മിണ്ടുന്നില്ല. ആരോ ചത്തുപോയോ? ഇല്ല. മാറിയ ലേവ്യന്റെ കൂട്ടത്തിൽ ആരുണ്ട്? ഇങ്ങനെ ചില ആളുകൾ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കോരിക്കും. ഇന്നും ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസമുള്ള കൂട്ടത്തിൽ. ഞാൻ കണ്ടിട്ടുണ്ട്, സഭാ കമ്മിറ്റിയൊക്കെ നടക്കുമ്പോ പുറകെ ഇരുന്ന് നല്ല മുഴുത്ത ഓരോ അച്ചായന്മാര് ഫ്രണ്ടിൽ ഇരുന്ന് പറയടാ. പാസ്റ്റ് ചുമയ്ക്കുന്നുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞ്. വേറെ മൂത്ത അച്ചായന്മാര് ഇരുന്ന് പറയും പറയുന്ന പിള്ളേരെ കൊണ്ട് ചെറുപ്പക്കാരെ കൊണ്ട് പറയിക്കും. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് പായസം. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ യേശുവിനെ ഒറ്റിക്കൊടുത്ത കാശ് കൊണ്ട് ഭണ്ഡാരത്തിൽ എറിഞ്ഞു കളഞ്ഞു അല്ലേ? അത് പുരോഹിതന്മാരെടുത്ത് എന്ത് ചെയ്തു? സംഘത്തിരി സംഘം എടുത്ത് എന്ത് ചെയ്തു? പരദേശികളെ കുഴിച്ചിടാൻ രക്തനിലം വാങ്ങി. പരദേശികളെ കുഴിച്ചിടാൻ നിലം വാങ്ങി. അതിന് രക്തനിലം എന്ന് പേരായില്ല. രക്തനിലം എന്നൊന്നും അല്ലായിരുന്നു അതിന്റെ പഴയ പേര്. രക്തത്തിന്റെ വിലയായിട്ട് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചോണ്ടാണ് അതിന്റെ രക്തനിലം എന്ന് പേരായത്. ഓക്കെ. ഇനി നിങ്ങളെ അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, രസകരമായ വാക്യമുണ്ട്. അപ്പോസ്തലത്തിൽ 2:17. അവന് അനീതിയുടെ കൂലി കൊണ്ട് അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം വാങ്ങിച്ചു. അടുത്ത വാക്യം എന്താ പറയുന്നത്? നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരാക്കി. ഞാൻ അതല്ല പറഞ്ഞ 2:17 അപ്പോസ്തല പ്രവൃത്തി.
അവൻ അതിന് അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു, തലകീഴായി വീണ് നടുവേ പിളർന്ന് തല അവന്റെ കീഴാന്ന് ആദ്യമായിട്ടാണ് വായിക്കുന്നത്. തല കീഴുന്നല്ല, തല കീഴായി. എന്റെ കർത്താവേ, അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം വാങ്ങിയിട്ട് തല കീഴായിട്ട്. ആയിസ് വായിച്ചിട്ടില്ലേ ഈ സംഭവം? ആരെ കുറിച്ചാ പറയുന്നേ? യൂദായെ കുറിച്ച് എന്താ നിമ്മി മാഡം, ആരെ കുറിച്ചാ അത് പറയുന്നേ? യൂദായെ യൂദായെ പറ്റി. കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കേ, അവൻ അനീതിയുടെ നിലം കൊണ്ട് അനീതിയുടെ പണം കൊണ്ട് കൂലി കൊണ്ട് നിലം വാങ്ങി എന്ന് പറയുമ്പോ അവൻ എന്ന് പറയുന്ന ആരാണ്? അവൻ ആരാണ് ഈ അവൻ? മഹാപുരോഹിതൻ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം വാങ്ങി എന്ന് പറയുന്ന അനീതിയുടെ അവൻ എന്ന് പറഞ്ഞ ആരാണ്? മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ. മിടുക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആ വാക്യം മൊത്തം വായിച്ചിട്ട് പറ. അവൻ അനീതിയുടെ കൂലി കൊണ്ട്. അതുകൊണ്ട് ആയുസിൽ ആ വാക്യം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം വാങ്ങി. ഒരു വാക്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ എന്തോ പിന്നെ വേദോസ്തം പഠിക്കുന്നേ? യൂദാ തന്നെ. യൂദാ തന്നെ. അത് വായിച്ചപ്പോ മനസ്സിലായില്ലേ? അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം വാങ്ങി തല കീഴായി വീണു, നടുവേ തുറച്ചുപോയി. തെറിച്ചുപോയി. അവൻ ആരാണ് ഈ അവൻ? യൂദാ. തല കീഴായി വീണവൻ, കുടൽ തുറച്ചുപോയവൻ. ആരാണ് അവൻ? യൂദാ. പിന്നെ മഹാപുരോഹിതൻ ആരാ പറഞ്ഞേ? ഓക്കെ, എന്റെ ചോദ്യം, യൂദാ എവിടെങ്കിലും നിലം മേടിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ പുസ്തകത്തിൽ യൂദായെ കുറിച്ച് അങ്ങനെ എഴുതിയത്? പുസ്തകത്തിന് തെറ്റുപറ്റിയോ? ഇല്ല, അവനാ പൈസ മേടിച്ച. അവന്റെ കച്ചവടത്തിൽ നിന്നുണ്ടായ കാശാണ്. അതെ. എന്തോ? അവന്റെ കച്ചവടത്തിന്റെ ഫലമാണ് കാശ്. അർത്ഥാൽ അറിയണം, നമ്മൾ ആരെങ്കിലും ഒക്കെ ജാക്കി വെച്ചിട്ട് പലരെയും കൊണ്ട് എടുത്തി അടിച്ചിട്ട് അവൻ ചാടി ബഹളം ഉണ്ടാക്കി സഭയെ വഴക്കുണ്ടാക്കിക്കുമ്പോ പുറയിലിരുന്ന് ഊറിച്ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ട് അവൻ ചാടി വഴക്കായി. നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് അതിൽ മനസ്സേ ഇല്ല. നമ്മൾ കൈ തൊട്ട് നമ്മൾ അവിടെ രംഗത്ത് പോലും ഇല്ല. നമ്മൾ ആരും രംഗത്ത് പോലും. പക്ഷെ സ്വർഗം അത് ആരുടെ അക്കൗണ്ടിൽ കുറിക്കും? നമ്മുടെ അക്കൗണ്ടിൽ തന്നെ. ഞാൻ ഒരുത്തനെ ചൂട് കയറ്റി അവനെ പിരികയറ്റി അവനെ കൊണ്ട് സഭയെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ നല്ല മാന്യനായിട്ടിരിക്കും. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറയും. പക്ഷേ തമ്പുരാൻ കുറിച്ചു വെക്കുന്ന ആരുടെ അക്കൗണ്ടിലാണ്? വഴക്കൊട്ടാക്കിയവന്റെ അക്കൗണ്ടിലല്ല. വഴക്കുണ്ടാക്കാൻ അവനെ പ്രേരിപ്പിച്ചവനെ അവന്റെ അക്കൗണ്ടിൽ കുറിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണിത്. ആരുടെ അക്കൗണ്ടിൽ എന്തോ വരുമെന്ന് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ എടുക്കാനാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പലതും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോർ എവരിബഡീസ് നോളജ്. നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ചോളൂ. ഓക്കെ, അടുത്ത വായിച്ചോളൂ. അടുത്ത ഓക്കെ, ജനസംഖ്യ. ഓക്കെ, സമാന കൂടാരത്തിന് ചുറ്റും ലേവ്യർ താമസിക്കുന്നത്. ജനമധ്യത്തിൽ സമാന കൂടാരം, അതിന് ചുറ്റും പുരോഹിതന്മാർ, അതിന് ചുറ്റും ലേവ്യർ, അതിന് ചുറ്റും ഗോത്രങ്ങൾ ശ്രദ്ധിക്കണമേ. ജനമധ്യത്തിൽ സമാന കൂടാരം, അതിന്റെ ചുറ്റും പുരോഹിതന്മാർ, അതിന്റെ ചുറ്റും അടുത്തൊരു ലെയർ ലേവ്യർ, അതിന്റെ ചുറ്റും ഗോത്രങ്ങൾ താമസിക്കുന്നു. എല്ലാവർക്കും പുറത്തായി അശുദ്ധിയുള്ളവർ പാർക്കുന്നു. 20 വയസ്സിന് മുകളിലുള്ള ജനത്തിന്റെ കണക്കെടുത്തു. യുദ്ധത്തിൽ കഴിവുള്ളവർ എത്രയെന്ന് അറിയേണ്ടതിനാണ് ഈ കണക്ക്. 20നും 60നും ഇടയ്ക്ക് പ്രായമുള്ള ആരോഗ്യമുള്ളവരെ ആരോഗ്യമുള്ള സമയമായി അന്ന് കണക്കാക്കിയിരുന്നു. ഇസ്രായേൽ സാധാരണയായി 20 വയസ്സിന് മുമ്പ്, അതൊരു വിഷയമാണ്. സാധാരണയായി അന്നത്തെ കാലത്ത് 20 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചിരിക്കും. ഓക്കെ, ലേവ്യർ ഒഴിച്ചുള്ള 12 ഗോത്രങ്ങളെയും പ്രതിനിധികളുടെ പേര് പറഞ്ഞിരിക്കുന്നു. ഇറങ്ങി തിരിച്ചപ്പോഴുണ്ടായിരുന്ന 6 ലക്ഷത്തി ചില്ലാൻ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത് ലേവ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെയുള്ള കണക്കാണ്. സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് ഏകദേശം 20-നും 25 ലക്ഷത്തിനും ഇടയിൽ ആളുണ്ടായിരുന്നു സങ്കല്പിക്കാം. 30 ലക്ഷം വരെയാകാം. ഗോത്രം ഗത്രമായി എങ്ങനെ പാളയമടിച്ചു നമുക്കൊന്ന് നോക്കാം. അതായത് അവർ സമാന കൂടാരം കിഴക്കോട്ട് ദർശനമായി വെക്കുന്നു. സമാന കൂടാരത്തിന്റെ പടിഞ്ഞാറ് വശം ആദ്യം ആരാണ്? ലേവ്യർ. അത് കഴിഞ്ഞിട്ട് പുറത്ത് 3 ഗോത്രങ്ങൾ പാളയമടിക്കും. സമാന കൂടാരത്തിന്റെ പടിഞ്ഞാറ് വശത്ത് വടക്കേ അറ്റം മാറി ബെന്യാമീനര്, നടുക്കെ എഫ്രീമര്, തെക്കേ അറ്റം മനശ്ശേര്. വല്ല മനസ്സിലാവുന്നു? നിങ്ങളൊരു സ്ക്വയർ വരച്ചിട്ട് വേണേ വരച്ചോ. സമാന കൂടാരത്തിന്റെ ചുറ്റും ലേവ്യര് താമസിക്കും. സമാന കൂടാരത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ താമസിക്കും.
സമാന കൂടാരത്തിന്റെ മുൻപിൽ പുരോഹിതന്മാർ താമസിക്കും. സമാന കൂടാരത്തിന്റെ പിറകുവശം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം ആദ്യം ചേർന്ന് ആലയത്തോട് ചേർന്ന് താമസിക്കുന്ന ലേവിയുടെ കൂട്ടത്തിൽ ഗർശന്യരാണ്. സമാന കൂടാരത്തിന്റെ വടക്ക് കൂടാരത്തോട് ചേർന്ന് താമസിക്കുന്ന ലേവിയുടെ കൂട്ടത്തിലെ മെരാര്യരാണ്. സമാന കൂടാരത്തിന്റെ തെക്ക് സമാന കൂടാരത്തോട് ചേർന്ന് താമസിക്കുന്ന ലേവ്യർ കഹാത്യരാണ്. അത് കഴിഞ്ഞാൽ സമാന കൂടാരത്തിന്റെ പടിഞ്ഞാറ് ലേവ്യർ താമസിക്കുന്ന പുറത്ത് തൊട്ടടുത്ത് ചേർന്ന് വടക്കേ അറ്റം ബെന്യാമീന്, നടുക്ക് എഫ്രൈമർ, തെക്കേ അറ്റം മനുഷ്യര്. സമാന കൂടാരത്തിന്റെ വടക്ക് വശം പടിഞ്ഞാറെ അറ്റം മാറി ലേവ്യർക്ക് പുറത്ത് മെരാര്യർക്ക് പുറത്ത് ആശർ, നടുക്ക് ദാൻ, കിഴക്കേ അറ്റം നഫ്താലി. സമാന കൂടാരത്തിന്റെ തെക്ക് വശം ലേവ്യരായ കൊഹാത്യർ ആദ്യം താമസിക്കും. അതിന് പുറത്ത് പടിഞ്ഞാറെ അറ്റം ഗാദ്, നടുക്ക് രൂബേൻ, കിഴക്കേ അറ്റം ശിമയോൻ. സമാന കൂടാരത്തിന്റെ കിഴക്ക് വശം മുഖത്തിന്റെ ഭാഗത്ത് സമാന കൂടാരത്തോട് ചേർന്ന് പുരോഹിതന്മാർ താമസിക്കും. അതിന്റെ പുറത്ത് ഇസാക്കാർ ഗോത്രം വടക്കേ അറ്റം, നടുക്ക് യഹൂദ, തെക്കേ അറ്റം സിബിലൂൻ. ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങിയിരുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്തൊക്കെ ഒന്ന് കേട്ടാൽ മതി. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. കൂടാരത്തിന്റെ കിഴക്ക് ഭാഗത്ത് യഹൂദയ്ക്ക് സ്ഥാനം കൊടുത്ത് യഹൂദയ്ക്കുള്ള പ്രാധാന്യം കാണിക്കുന്നു. 2-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിന്റെ എണ്ണം പറഞ്ഞിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ 30-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ലേവിയുടെ എണ്ണം മാത്രം പറഞ്ഞിരിക്കുന്നു. മറ്റു ഗോത്രക്കാരെ 20 വയസ്സിന് മുതൽ എണ്ണുമ്പോൾ ലേവി ഗോത്രത്തെ 30 വയസ്സ് മുതലേ എണ്ണാറുള്ളൂ. കാരണം മറ്റു ഗോത്രങ്ങൾ യുദ്ധത്തിനായി എണ്ണുമ്പോൾ അവരെ 20 വയസ്സിന് മേപ്പോട്ടുള്ളവർ യുദ്ധത്തിന് പോകുമ്പോൾ ലേവ്യരെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന എത്ര വയസ്സിലാണ്? 30-ാം വയസ്സിലാണ്. 3-ാം അധ്യായത്തിൽ 1 മാസം മുതൽ പ്രായമുള്ള ആണിനെ എണ്ണിയത് ഇസ്രായേൽ മക്കളുടെ ആദിജാതന്മാരുടെ സംഖ്യക്കൊപ്പം ലേവി ഗോത്രത്തിലെ പുരുഷന്മാരും കൊണ്ട് നോക്കാനാണ്. ഇതൊരു ഭയങ്കര വിഷയമാണ്. മനസ്സിലായില്ല? ഞാൻ ഒന്നുകൂടെ പറയാം. 3-ാം അധ്യായത്തിൽ സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൽ 1 മാസം മുതൽ പ്രായമുള്ള ആണുങ്ങളെ എണ്ണുന്നു. എന്തിനാണ് എണ്ണുന്നത് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ 1 മാസം മുതൽ പ്രായമുള്ള ആണുങ്ങളെ എണ്ണിയത് ഇസ്രായേൽ മക്കളുടെ, അതായത് 1 മാസം മുതൽ പ്രായമുള്ള ആണുങ്ങളെ എണ്ണിയത് ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരുടെ സംഖ്യക്കൊപ്പം. അതായത് ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ഗോത്രത്തിൽ 11 ഗോത്രത്തെയും 1 വയസ്സ് മുതൽ മേപ്പോട്ട് ആണുങ്ങളെ എണ്ണി, ആ ആണുങ്ങളെ എണ്ണിയിട്ട് അവരുടെ ആദ്യജാതന്മാരുടെ എണ്ണം. ഇപ്പം ഒരു ആണുങ്ങളെ എണ്ണിയപ്പം ഒരു വീട്ടിൽ 10 പിള്ളേർ വെച്ചുണ്ടെന്നിരിക്കട്ടെ, ഒരു വീട്ടിൽ 10 പിള്ളേർ വെച്ചുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഒരു വീട്ടിൽ ഒരു 100 വീടുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ 100 വീടുണ്ടെങ്കിൽ 10 പിള്ളേർ വെച്ച് ഒരു വീട്ടിലുണ്ടെങ്കിൽ 1000 പിള്ളേരുണ്ട്. അപ്പൊ 100 വീടുണ്ടെങ്കിൽ 100 വീട്ടിലും ഓരോ ആദ്യജാതനുണ്ട്. അപ്പൊ ആദിജാതന്മാരുടെ എണ്ണം എത്രയാണ്? 100. 1000 പിള്ളേരുള്ളതിൽ ആദിജാതന്മാരുടെ എണ്ണം എത്രയാണ്? നിങ്ങൾ മിണ്ടുന്നില്ല. 100. എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ആദിജാതന്മാരുടെ എണ്ണത്തിന്റെ അത്രയും ലേവ്യര് വേണം. അപ്പൊ 11 ഗോത്രത്തിലെ ആദിജാതന്മാരുടെ എണ്ണത്തിന് അത്രയും ലേവി ഗോത്രത്തിൽ പുരുഷന്മാരുണ്ടോ നോക്കാനാണ് 1 മാസം മുതൽ പ്രായമുള്ള ആണിനെ മുഴുവൻ എണ്ണിയത്. കുറവുണ്ടെങ്കിൽ, അങ്ങനെ ലേവി ഗോത്രം എണ്ണി നോക്കുമ്പോൾ മറ്റു ഗോത്രക്കാരുടെ ആദിജാതന്മാരുടെ എണ്ണത്തിനൊത്ത ലേവി ഗോത്രത്തിലെ ആണുങ്ങൾ ഇല്ലെങ്കിൽ, അവർക്ക് കുറവുണ്ടെങ്കിൽ മറ്റു ഗോത്രത്തിൽ നിന്ന് പണം കൊടുത്ത് അവരെ വാങ്ങി വീണ്ടെടുക്കണമെന്നാണ് പുസ്തകം പറയുന്നത്. വിശുദ്ധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളവർ പക്വതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് 30 വയസ്സിന് പ്രായം വേണം. 30 വയസ്സെന്ന് പറയുന്ന പക്വതയുടെ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മതാധ്യക്ഷന്മാരും അല്ലെങ്കിൽ മതസ്ഥാപകരും, മുഹമ്മദ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ മത കാര്യങ്ങളിലേക്ക് വന്നത് 30-ാം വയസ്സിലാണ്. യേശു ശുശ്രൂഷ അടങ്ങിയത്, വർത്തമാന മഹാവീരൻ, ഗൗതമ ബുദ്ധൻ, ഇവരെല്ലാം എത്രാം വയസ്സിലാണ്? 30 വയസ്സെന്ന് പറയുന്നത് മെച്യൂരിറ്റിയുടെ പ്രായമാണ്. ആലയം സൂക്ഷിക്കുക, ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുകയാണ് ലേവ്യരുടെ ജോലി. അയോഗ്യനായ ഏതൊരുവനും ആലയത്തിനടുത്ത് വന്ന ലേവ്യർ അവരെ കൊല്ലാൻ ബാധ്യസ്ഥരാണ്. ലേവ്യരുടെ ജോലി ഞാൻ പറഞ്ഞു. സമാന കൂടാരത്തിന്റെ വടക്ക് വശത്ത് ചേർന്ന് കിടക്കുന്ന മെരാര്യര്, തെക്ക് ഭാഗത്ത് ചേർന്ന് കിടക്കുന്ന കെഹാത്യര്, പടിഞ്ഞാറ് ഭാഗത്ത് ചേർന്ന് കിടക്കുന്ന ഗർശന്യര്, ഇവരെല്ലാം ലേവ്യരാണ്.
കിഴക്ക് ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന പുരോഹിതന്മാർ. ഇതിൽ ആരെങ്കിലും ജനം സമാന കൂടാരത്തിനടുത്ത് വന്നാൽ അവരെ ലേവ്യർ കൊല്ലാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറ്റത്തിനായി ഇസ്രായേൽ സഭയെ ദൈവം ശിക്ഷിക്കും. ലേവ്യർ കൊഹാത്യർ വിശുദ്ധ പാത്രങ്ങൾ വഹിച്ചു നടക്കുന്നവരാണ്. ഗർശേന്യർ തിരശ്ശീല ചുമക്കുന്നവർ, മെരാരിയർ പലകയും കൊളുത്തും ചുമക്കുന്നവരുമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഹാത്യർ വിശുദ്ധ പാത്രങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഓക്കെ, ഗർശേന്യർ തിരശ്ശീല ചുമക്കുന്ന, മെരാരിയർ പലയും കൊളുത്തും ചുമക്കുന്നവരാണ്. ഗർശേന്യരും മെരാരിയരും കൊഹാത്യരും മുമ്പേ യാത്ര ചെയ്യണം. കാരണം അവർ തിരുനിവാസം നേരത്തെ നിവർത്ത് എങ്കിലേ കൊഹാത്യരുടെ പെട്ടകം അതിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗർശേന്യരും മെരാരിയരും മുമ്പേ പോവും. അവര് മുമ്പ് പോയി ഈ ആലയം സമാന കൂടാരം ഒരിടത്ത് നിവർത്തി കുറ്റിയും കൊളുത്തൊക്കെ ഉറപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലേ അതിന്റെ പുറകിന് ആർക്കും എല്ലാ നക്ഷത്രത്തിലും കഹാത്യർക്ക് പെട്ടകവും ചുമന്നുകൊണ്ട് വന്നിട്ട് അത് ഈ സ്ഥലത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. 10-ാം അധ്യായം 17 മുതൽ 21 വരെ. അടിമകളായി ഒരാളെ വെളിയിൽ വിറ്റാൽ കിട്ടുന്ന തുകയ്ക്ക് വീണ്ടെടുപ്പ് വിലയായി നൽകുന്നത്. അടിമയായി ഒരാളെ വിറ്റാൽ കിട്ടുന്ന തുകയാണ് വീണ്ടെടുപ്പ് വിലയായി നൽകുന്നത്. ആ കാലത്ത് ഒരു കൂലിപ്പണിക്കാരൻ 1 മാസം ജോലി ചെയ്താൽ 1 ശേക്കലിന്റെ താഴെ ലഭിക്കുകയുള്ളൂ. വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും യാഗപീഠവും ചുമക്കുന്ന കഹാത്യരാണ്. വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും യാഗപീഠവും ചുമക്കുന്നത് കഹാത്യരാണ്. ഓരോ ഉപകരണങ്ങളും അവയുടെ വിശുദ്ധിക്ക് അനുസരിച്ചുള്ള നിറത്തിലുള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കും. ഏറ്റവും വിശുദ്ധമായ പെട്ടകം ആദ്യം ഒരു മൂടുപട കൊണ്ട് പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ തകശുകൾ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു നീല തുണി കൊണ്ട് പൊതിയും. ഏറ്റവും വിശുദ്ധമായ പെട്ടകം ആദ്യം മൂടുപടം കൊണ്ട് പൊതിഞ്ഞ് അതിന്റെ മുകളിൽ തകശുതോൽ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നീല തുണി കൊണ്ട് പൊതിയും. അതിവിശുദ്ധ സ്ഥലത്തെ മറ്റുപകരണങ്ങൾ നീല തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് തോല് കൊണ്ട് പൊതിയും. കടും നീല നിറത്തുള്ള തിരശ്ശീലാണ് അതിപരിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തുള്ള പരിശുദ്ധിയുള്ള ദൈവസാന്നിധ്യത്തോട് ഏറ്റവും അടുത്ത ഉപകരണങ്ങൾക്കാണ് നീല നിറം നൽകുന്നത്. നീലയും ചുമപ്പും വസ്ത്രങ്ങളാണ് രാജാക്കന്മാർ ധരിച്ചിരുന്നത്. കൊഹാത്യരുടെ ഉപകരണങ്ങൾ അവർ ചുമന്നുകൊണ്ട് പോകും. എന്നാൽ ഗർശന്യരും മെരാരിയുടെ ഉപകരണങ്ങൾ കാളവണ്ടി കയറ്റിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കൊഹാത്യരുടെ ഉപകരണങ്ങൾ ചുമന്നുകൊണ്ട് പോകും. എന്നാൽ ഗർശന്യരും മെരാരിയുടെ ഉപകരണങ്ങൾ കാളവണ്ടിയിൽ കൊണ്ടുപോകും. ദൈവജനത്തിൽ എല്ലാവർക്കും അവരുടേതായ ഒരു പങ്കുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലും ഓരോ അംഗത്തിലും ഓരോ പ്രത്യേക കർത്തവ്യമുണ്ട്. ദൈവം ഭരിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് അധികാരം നൽകുന്നു. അധികാരത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം. പുരോഹിതനെ ലേവ്യനും ലേവ്യരെ ജനവും അനുസരിക്കണം. പുരോഹിതനെ ലേവ്യരനുസരിക്കണം, ലേവ്യരെ ജനം അനുസരിക്കണം. പാളയം ശുദ്ധീകരിക്കണം. 5-6 അധ്യായങ്ങൾ. ശുദ്ധിയുള്ളവർ അശുദ്ധിയുള്ളവർ സാധാരണ ജനം താമസിക്കുന്ന പാളയത്തിന് പുറത്ത് താമസിക്കണം. ചെറിയ അശുദ്ധി വെള്ളത്തിൽ കഴുകി പരിഹരിക്കാം. അശുദ്ധൻ ദൈവസന്നിധിയുടെ അടുത്ത് വന്നാൽ മരണം നിശ്ചയമാണ്. വിശുദ്ധി നിരന്തരമായി കാത്തുകൊള്ളുന്ന ഒരു ജനമായിരിക്കാൻ ഇസ്രായേലിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ മഹാഭാവ പരിഹാര പെരുന്നാൾ ദിവസം സമാന കൂടാരം പോലും ശുദ്ധീകരിക്കപ്പെടും. ജീവൻ ദൈവ സ്വഭാവമാണ്. അതിനെതിരായതാണ് മരണം. അതുകൊണ്ട് മരണം അശുദ്ധമാണ്. അതിനാൽ വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാരും നാസി വിദഗ്ധരും വിലാപത്തിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. നാസി വിദഗ്ധരും പുരോഹിതന്മാരും വിലാപത്തിൽ പങ്കെടുക്കാൻ പാടില്ല. പുതിയ യെരൂശലേമിൽ മരണവും അശുദ്ധി ഇല്ല എന്ന് നാം വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. ജനത്തിൽ ഒരുത്തൻ മോഷ്ടിച്ചാൽ 5-1 തുകയും 5-1 പിഴയും ചേർത്ത്, ജനത്തിൽ ഒരുത്തൻ മോഷ്ടിച്ച തുകയും അതിന്റെ 5-1 പിഴയും ചേർത്ത് തിരികെ കൊടുക്കണം. എന്നിട്ട് അകൃത്യയാഗം അർപ്പിക്കണം. പരസംഗം സമൂഹത്തെ അശുദ്ധമാക്കും. സംശയമുള്ള ഭാര്യയെ പുരോഹിതൻ ദൈവസന്നിധിച്ച് ശോധന ചെയ്ത് തെറ്റുകാരിയെങ്കിൽ ദൈവശാപം അവളെ ഏൽക്കും. ഓരോ വിവാഹവും ദൈവവും ജനവുമായുള്ള ബന്ധത്തിന്റെ അടയാളമാകയാൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. പ്രാചീന കാലത്തെ സന്യാസികൾ അവർ നാസിബദ്ധസ്ഥരായിരുന്നു. ഒരു പ്രത്യേക സമയത്തേക്ക് ദൈവത്തിനായി അവർ തങ്ങളെ തന്നെ വേർതിരിക്കുന്നു. പുരോഹിതന്മാരുടെ മിക്ക പ്രമാണങ്ങളും അവർ അനുസരിക്കണം. ദൈവത്തിന് നേർച്ച നേരുക ഇസ്രായേലിൽ സർവ്വസാധാരണമായിരുന്നു. വേർതിരിക്കുക എന്നാണ് നാസീർ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം. എന്താണ് നാസീർ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം? സെപ്പറേറ്റഡ്, വേർതിരിച്ചത്. പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വീഞ്ഞു കുടിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കുടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നാസി വിദഗ്ധൻ പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വീഞ്ഞു കുടിക്കരുത്. പക്ഷെ നാസി വിദഗ്ധൻ വ്രതകാലത്ത് ഒരിക്കലും വീഞ്ഞിൻ്റെതായ ഒന്നും ഉപയോഗിക്കരുത്. പുരോഹിതൻ അടുത്ത ബന്ധുക്കളുടെ വിലാപത്തിൽ പങ്കെടുക്കാം. എന്നാൽ മഹാപുരോഹിതനും നാസീർ വിദഗ്ധനും പാടില്ല. പുരോഹിതൻ അടുത്ത ബന്ധുക്കളുടെ വിലാപത്തിൽ, മരണത്തിൽ പങ്കെടുക്കാം. പക്ഷേ
മഹാപുരോഹിതനും നാസിവിധസ്ഥനും അതും പാടില്ല. അഹ്റോന്റെ അഭിഷേകയാഗം പോലെ അവസാനത്തിൽ നാസിവിധസ്ഥൻ യാഗം കഴിക്കണം. യാഗത്തിലുള്ള നിയമങ്ങൾ 7-ാം അധ്യായം യാഗത്തിന്റെ നിയമങ്ങളാണ്. 8-ാം അധ്യായം ലേവ്യരെ സമർപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൽ 2ാമത്തെ പെസഹയാണ്. ഇവിടെ വീടില്ലാത്തതിനാൽ മിസ്രൈമിൽ 1-ാമത്തെ പെസഹ, 2ാമത്തെ പെസഹായ്ക്ക് വീടില്ലാത്തതിനാൽ ആ രക്തം കൂടാരത്തിന്മേലാണ്. കട്ടിളമേലും കുറുമ്പടിയിലും പരത്താൻ പറ്റത്തില്ലല്ലോ. ഒരു കൂടാരത്തിൽ താമസിക്കും, കട്ടിളയും കുറുമ്പടിയില്ല. അതുകൊണ്ട് മിസ്രൈമിലെ 1ാമത്തെ പെസഹ കഴിഞ്ഞിട്ട് 2ാമത്തെ പെസഹ 9-ാം അധ്യായത്തിൽ കാണുമ്പോൾ അത് കൂടാരത്തിൽ രക്തം തളിക്കുകയാണ്. പുതിയ നിയമകാലത്ത് കുഞ്ഞാടിനെ അറുക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. ഈ സമയത്ത് അശുദ്ധിയുള്ളവർ അടുത്ത മാസത്തിൽ അതേ സമയത്ത് അനുഷ്ഠിക്കണം. പെസഹ ആചരിക്കാത്തത് വലിയ കുറ്റമാണ്. പെസഹ ആചരിച്ചതിന് ശേഷം മേഘം പൊങ്ങിയതനുസരിച്ച് അവർ യാത്ര തുടങ്ങും. കാഹളം ഉണ്ടാക്കണം. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ വെള്ളി കാഹളങ്ങൾ ഉണ്ടാക്കുന്നു. കാഹളങ്ങൾ ജനത്തെ വിളിച്ചു കൂട്ടുവാനും യാത്ര പുറപ്പെടാനും യുദ്ധത്തിന് പുറപ്പെടാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ കാഹളങ്ങൾക്കും ഓരോ ശബ്ദമാണ്. ഈ 30 ലക്ഷം ജനത്തോട് മോശ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും കേൾക്കത്തില്ല. ഇപ്പൊ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാഹളം, യുദ്ധത്തിന് പുറപ്പെടാൻ വേറൊരു കാഹളം, താമസിക്കാൻ ഒരിടത്ത് നിൽക്കാൻ വേറൊരു കാഹളം. ഇങ്ങനെയാണ് കാഹളം ഊതുന്നത്. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 12-ാം അധ്യായത്തിന്റെ 16 വരെ ജനം പിറുപിറുപ്പിന്റെ തലത്തിലൂടെ കടന്നു പോകുന്നു. 13, 14 അധ്യായങ്ങൾ നമുക്കറിയാം. 13 നമ്മൾ 11, 12 അധ്യായങ്ങളിൽ അവരെ ഇറച്ചിക്ക് വേണ്ടി ചോദിക്കുന്നു. അവസാനം ദൈവം ഇറച്ചി കൊടുക്കുന്നു. അവർ പിറുപിറുക്കുന്നു. അതുപോലെ തന്നെ അഗ്നിസർപ്പം വരുന്നു. മിരിയാം പിറുപിറുക്കുന്നു. അവർക്ക് ശിക്ഷ കിട്ടുന്നു. കാര്യങ്ങളൊന്നും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. ഒറ്റുനോക്കാൻ പോയവരുടെ വിശ്വാസത്തിന്റെ തകർച്ച നിമിത്തം അവർക്ക് ശിക്ഷ കിട്ടുന്നു. 13, 14 അധ്യായങ്ങൾ. അതുകൊണ്ട് ആ ജനം എന്ത് ചെയ്യുന്നില്ല? കനലിൽ കടക്കയില്ലെന്ന് ദൈവം പറയുന്നു. അവർ മുഴുവൻ മരിച്ചു തീരുന്നത് വരെ ദൈവം എന്ത് ചെയ്യുന്നു? അവരെ മരുഭൂമിയിലൂടെ നടത്തുന്നു. 15-ാം അധ്യായത്തിൽ യാഗത്തിന്റെ പ്രമാണമാണ്. 15-ാം അധ്യായം 16, 17 അധ്യായങ്ങളിൽ അവിടെ പൗരോഹിത്യത്തിനെതിരെ മോശയുടെ അഹ്റോനും എതിരെ പെറുപിറുക്കുവാരെയാണ് നമ്മൾ കാണുന്നു. അവർ പെറുപിറുക്കുന്നു. അവസാനം മോശയുടെ നേതൃത്വത്തിൽ 12 ഗോത്രത്തിന്റെ വടികൾ കൊണ്ടുവന്ന് അഹ്റോന്റെ ഗോത്രത്തിന്റെ വടിയുടെ പേരിൽ, അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിന്റെ വടിയിൽ അഹ്റോന്റെ പേരെഴുതി പെട്ടകത്തിൽ ചാരി വെച്ച് അങ്ങനെ ആ വടി കിളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു. അങ്ങനെ അഹ്റോനും കുടുംബത്തിനും പൗരോഹിത്യം പതിച്ചു കൊടുക്കുന്ന ഒരു നില നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പൗരോഹിത്യത്തിന്റെ മത്സരമാണ് 16, 17 അധ്യായങ്ങളിൽ. അടുത്ത 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് ലേവി ഗോത്രത്തിന്റെ കടപ്പാടുകളും ചുമതലകളുമാണ്. 19-ാം അധ്യായത്തിൽ ശുദ്ധി താങ്ക് യു. ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് നെറ്റ് പെട്ടെന്ന് എങ്ങനെ കട്ടായി, അതുകൊണ്ടാണ് പോയത്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പാറയടിക്കുന്നു. അടുത്തത് 21-ാം അധ്യായത്തിൽ കനാന്യന്റെ മേലുള്ള വിജയം. ഇവിടെ ആദ്യം ജനം തോറ്റതാണ്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ജനം പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ നോക്കി രക്ഷപ്പെടുവാൻ കൽപ്പിച്ചു. ശവത്താൽ അശുദ്ധനായവൻ ഭസ്മത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ പാമ്പുകടി ഏറ്റവൻ പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടുന്നു. 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബിലയാമിനെ വിളിച്ചുകൊണ്ടിരുന്ന ബാലാക്കിനെ കാണുന്നു.
നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാലാക്ക് ബിലാമിനെ കൊണ്ടു ശപിക്കാൻ ശ്രമിക്കുന്നതും ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത 25-ാം അധ്യായം ദേശീയ വിശ്വാസ ത്യാഗമാണ്. സീനായിൽ പ്രമാണം കൊടുത്തപ്പോൾ താഴെ കാളക്കൊട്ടി ഉണ്ടാക്കി. അഹരോനെ അഭിഷേകം ചെയ്തപ്പോൾ മക്കൾ അനുസരണക്കേട് കാണിച്ചു. ദാവീദിനോട് ഉടമ്പടി ചെയ്തപ്പോൾ അവൻ പാപത്തിൽ വീണു. ഓശാന ഞായറാഴ്ച കഴിഞ്ഞ ഉടനെ ദുഃഖവെള്ളിയാഴ്ച. ഇവിടെ ബിലയാമിന്റെ അരുളപ്പാടിന് ശേഷം ജനം പെയോരിൽ വെച്ച് പാപം ചെയ്തു. ബാൽപെയോറിനോട് ചേർന്നു. ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി. മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്തു. ദൈവം അവരെ ശിക്ഷിക്കുന്നതായി നാം കാണുന്നു 25-ാം അധ്യായത്തിൽ. ഓക്കെ, അങ്ങനെ ബാധയുണ്ടായി 24,000 പേർ. പൗലോസ് എടുത്തു വരുമ്പോൾ 23,000 പേരെന്നാണ് പറയുന്നത് ഒരു ലേഖനത്തിൽ. ആൾക്കാരത് തെറ്റാണല്ലോ എന്ന് പറയും. സംഭവം അങ്ങനെയല്ല. ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തിയപ്പോൾ 1000 പേരെ കൊന്നു. ദൈവം ശിക്ഷിച്ചത് 23,000 പേര്. അങ്ങനെ മൊത്തം 24,000 പേരാണെന്ന് നിഗ്രഹിക്കപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? പൗലോസ് കൊരിന്ത്യലേഖനം പറയുമ്പോൾ പൗലോസ് പറയുന്ന 23,000 പേര്. ഇവിടെ ബാധ നിമിത്തം 24,000 പേര് കൊല്ലപ്പെട്ടു. കാരണം 1000 പേരുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തിയപ്പോൾ 1000 പേരെ കൊന്നു. അങ്ങനെയാണ് മൊത്തത്തിൽ 24,000 പേര്. ഫിനെഹാസിന് നിത്യ ഉടമ്പടി ദൈവം നൽകി. ഇവിടെ പാളയം വിശദീകരിച്ചു. 26-ാം അധ്യായത്തിൽ ജനസംഖ്യയെടുപ്പാണ്. 27-ാം അധ്യായത്തിൽ സ്ത്രീകൾ മാത്രമുള്ള ഭവനത്തിൽ ആൺമക്കൾ ഇല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളതിൽ അവർക്ക് അവകാശം കൊടുക്കാം എന്നതിനെ കുറിച്ചൊരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതുവരെ സ്ത്രീകൾക്ക് ഭവനത്തിൽ അവകാശമില്ലായിരുന്നു. അങ്ങനെ സ്ത്രീകൾക്കും അവകാശം കൊടുക്കാൻ പ്രമാണമായി. 27-ാം അധ്യായത്തിൽ യോശുവ മോശയുടെ പിൻഗാമിയായി സ്ഥാനമേൽക്കും. അടുത്തത് യാഗങ്ങളെക്കുറിച്ച് 28-ാം അധ്യായത്തിൽ പൊതുവായ യാഗങ്ങളെ കുറിച്ചുള്ള രീതികളാണ്. 28 മുതൽ 29 അധ്യായങ്ങൾ പഴയ നിയമ ആരാധനയിൽ പ്രധാനമായി യാഗങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പൊതുവെ അവിടെ കാണുന്നത്. പഴയ നിയമ ആരാധനയിൽ പ്രധാന യാഗങ്ങളാണ്. ഈ പ്രമാണങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളവയാണ്. മുഴുവനും ദഹിപ്പിക്കുന്ന ദഹനയാഗങ്ങൾ അർപ്പിതാവിന്റെ പൂർണ്ണ സമർപ്പണം കാണിക്കുന്നു. പാപയാഗം കൽപ്പന ലംഘിച്ചതിനുള്ളതാണ്. അകൃത്യയാഗം ബാധ്യതകൾക്കുള്ള പരിഹാരമാണ്. സമാധാനം ദൈവത്തോട് സമാധാനം ആചരിക്കലാണ്. പാവപ്പെട്ടവൻ ഇറച്ചി താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവൻ സസ്യാഹാരം അർപ്പിച്ചാൽ മതി. ധാന്യവും എണ്ണയും അവൻ അർപ്പിക്കാം. തുടർന്ന് 30-ാം അധ്യായത്തിൽ നേർച്ചകൾക്കുള്ള പ്രമാണമാണ്. 31, 32 അധ്യായങ്ങൾ യോർദാന്റെ കിഴക്ക് ഭാവം കൈവശപ്പെടുത്തുന്നു. രൂബേന്യനും ഗാത്തിനും മനുഷ്യന്റെ പാതിയും അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു. മോശ അവരോട് പറയുന്ന പാടില്ല, നിങ്ങളിവിടെ അക്കരയിലേക്ക് വരണമെന്ന്. ഒക്കെ മിദ്യാന്യരോട് ശക്തമായി പകരം വീട്ടി. ഇസ്രായേൽ ജനം പെയോരിൽ വെച്ച് അന്യാരാധനയിലേക്ക് വശീകരിച്ചതിന്റെ പകരം വീട്ടലാണ് നമ്മൾ യോർദാന്റെ കിഴക്ക് ഭാഗം കൈവശമാക്കുക വഴി കാണുന്നത്. ആദ്യ ശിക്ഷ ഇസ്രായേലിലേക്ക്, പിന്നെ ജാതികളെയും ദൈവം ശിക്ഷിച്ചു. തെറ്റിന് ആദ്യം ശിക്ഷ ദൈവമക്കൾക്കും പിന്നെ ജാതികൾക്കും. ബാൽപേരിനോട് നേരത്തെ ഭേദങ്ങൾക്കാൾ ബലികളെന്ന് അവർ വശീകരിക്കപ്പെട്ടതുകൊണ്ട് കനാന്യ ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ടും അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തതുകൊണ്ടും ദൈവം ഇസ്രായേലിൽ 24,000 പേരെ സംഹരിച്ചപ്പോൾ പിന്നീട് യോർദാന്റെ കിഴക്ക് ഭാഗം മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കി മിദ്യാന്യരെ സംഹരിക്കുക വഴി അവരോടും ദൈവം ന്യായവിധി നടത്തി. കൊള്ള മുതലിന്റെ ദശാംശം ലേവ്യർക്കും പുരോഹിതർക്കും കൊടുക്കണം. സ്വർണമെല്ലാം പുരോഹിതന് കൊടുക്കണം. അത് മരിച്ചുപോയവന്റെ വീണ്ടെടുപ്പ് പോലെയാണ്. ഓക്കെ, യുദ്ധത്തിൽ കൊള്ള കിട്ടുന്ന സ്വർണം. ഓക്കെ, സാധാരണ യുദ്ധങ്ങൾ വിശുദ്ധ യുദ്ധമാകിയാൽ മഹാപുരോഹിതനും പോയിരുന്നു. ഓക്കെ, ഗാത്യരും രൂബേന്യനും മനുഷ്യന്റെ ഗോത്രവും യോർദാനിക്കരെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവരുടെ യോദ്ധാക്കളെല്ലാം യുദ്ധത്തിന് അയക്കാമെന്ന് സംഭവിച്ചു. ഒരുപക്ഷെ യോർദാന്റെ കിഴക്കേ തീരത്ത് താമസിക്കാൻ അവർ തീരുമാനിച്ചത് അവരുടെ അവിശ്വാസത്തിൽ നിന്നാകാം. ഇസ്രായേൽ മക്കൾ പാളയം പിടിച്ച സ്ഥലങ്ങളാണ് 33-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം പ്രധാന സംഭവങ്ങൾ വിവരിച്ചു. ഓക്കെ, അടുത്ത അവകാശ ദേശത്തെ പ്രമാണം. ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവകാശ ദേശത്തുള്ള പ്രമാണങ്ങൾ 33-ാം അധ്യായം 50 മുതൽ 36-ാം അധ്യായം 13 വരെ. കനാൻ നാടിനെ നോക്കിക്കൊണ്ട് ആശയോടെ എഴുതിയ പുസ്തകം ദേശം കൈവശമാക്കുമ്പോൾ ചെയ്യേണ്ട 6 പ്രമാണങ്ങളെ കണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. കനാന്യരും അവരുടെ മതത്തെയും തുടച്ചു മാറ്റണം. 33-ന്റെ 50 മുതൽ 56 വരെ.
വാഗ്ദത്ത നാടിന്റെ അതിരുകൾ 34 1 മുതൽ 15 വരെ. വീതിച്ചു കൊടുക്കേണ്ട വ്യക്തികൾ 34 16 മുതൽ 20 വരെ. ലേവ്യരുടെ പട്ടണങ്ങൾ, അതായത് സങ്കേത നഗരങ്ങൾ 35 1 മുതൽ 8 വരെ. രക്തപാതത്തിൽ നിന്ന് ദേശം ശുദ്ധീകരിക്കേണ്ട പ്രമാണം 35 9 മുതൽ 34 വരെ. ഓരോ ഗോത്രത്തിന്റെ അവകാശം കൈമാറരുത്, തലമുറയെ അത് സൂക്ഷിക്കണം. അവകാശങ്ങൾ കൈമാറരുത്, വിൽപ്പന നടത്താൻ പാടില്ല 35 1 മുതൽ 12 വരെ. കനാൻ വിശുദ്ധ സ്ഥലമാകിയാൽ അതിൽ രക്തപാതകം ഉണ്ടായിരിക്കരുത്. കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ദൈവം വസിക്കുന്ന നാട്ടിൽ അന്യായം പാടില്ല. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിമയാകിയാൽ മനുഷ്യനെ കൊല്ലുന്നവൻ ശിക്ഷിക്കപ്പെടണം. ഇത്രയും കാര്യങ്ങളാണ് ലേവ്യ സംഖ്യാപുസ്തകത്തിൽ നാം കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും. അടുത്ത ആഴ്ച നമുക്ക് ഈ പേപ്പർ തീരും. അടുത്ത ആവർത്തന പുസ്തകമാണ്. ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു. ഈ രാത്രി വലയ്ക്കായി സ്തോത്രം. ഒരിക്കലൂടെ തിരുസന്റെ അടുത്തുവരാൻ തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം ദേശത്തിലായിരിക്കാൻ സഹായിച്ചല്ലോ. എല്ലാവരും യേശു നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവരാൽ നിറയ്ക്കണമേ. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിയട്ടെ. പിരിയാത്ത സ്ഥാനത്ത് കൂടി ഇരിക്കണം. യേശു നാമത്തിൽ. ആമേൻ.